ജോർജ് കുട്ടിയുടെ മാനസികാവസ്ഥയിലൂടെ ട്രാവൽ ചെയ്യാനുള്ള സ്പീഡാണ് ഞാൻ ഇത് ചെയ്തത്. കാരണം അവിടെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ ഇതേ ഒരു പാറ്റേൺ ഞാൻ വലതുവശത്തെ കള്ളന് ട്രൈ ചെയ്തായിരുന്നു. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ബിജു മേനോൻ്റെ മാനസികാവസ്ഥയിലൂടെ ആ സ്പീഡിലും ആ ടെൻഷനിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ എല്ലാ മൂവ്മെൻറ്റും സ്പീഡും ആക്കി അതിൻ്റെ ഷോട്ടിൻ്റെ അതിൻ്റെ മേക്കിംഗ് പാറ്റേണെ മാറ്റിയായിരുന്നു. പക്ഷെ അതുകൊണ്ട് ചിലത് മനസ്സിലാകാതെ വന്നു. അപ്പോൾ അത് തന്നെ ഇവിടെയും വരുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. സാറിന്റെ ലക്കി ചാമാണ് ലാലേട്ടൻ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. സാർ അത് അക്സെപ്റ്റ് ചെയ്യുന്നു? അദ്ദേഹത്തെ പോലെ ഒരു ആക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു നല്ല ക്യാരക്ടറും നല്ലൊരു സ്ക്രിപ്റ്റും ഉണ്ടെങ്കിൽ ആർക്കും വിജയിപ്പിച്ചെടുക്കാവുന്നതാണ്. കാരണം അദ്ദേഹമാണ് അതിൻ്റെ ഒരു ബാക്ക് ബോൺ. അപ്പം ആസ് എ ഫിലിം മേക്കർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഫസ്റ്റ് ചോയ്സ് അദ്ദേഹമാവുന്നു. അത് നന്നായി വരുന്നു ആയിരിക്കും. അങ്ങനെ. ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഡയറക്ടറാണ് ജീത്തു സാർ. നമസ്കാരം സാർ. നമസ്കാരം. ദൃശ്യം 3 നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തൊരു സിനിമയായിരുന്നു. ഇറങ്ങി. സാർ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ഒരു സക്സസിലേക്ക് എത്തിയിട്ടുണ്ടോ? ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല. ഞാനിതൊരു റിസ്ക് ഉള്ള പ്രൊജക്റ്റാണെന്ന് അറിയാമായിരുന്നു. ഫസ്റ്റും സെക്കൻഡും ആൾക്കാർ ഇതുപോലെ എന്താ പറയുക, അതുപോലെ വെൽ റിസീവ്ഡ് ആയ ഒരു സിനിമയുടെ തേർഡ് പാർട്ടി ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് തന്നെയാണ്. പക്ഷേ എനിക്ക് ചില ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, പറയണം എന്ന ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു സാധ്യത വന്നപ്പോൾ അങ്ങനെ ചുമ്മാ വോക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഒരു സംഭവം കിട്ടി. അപ്പോൾ ഇത് 1ഉം 2ഉം പോലെ അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ബാഗേജിങ് ഇങ്ങനത്തെ സിനിമകൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ സീക്വലൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ഇതുണ്ട്. പിന്നെ ഞാൻ വേറൊരു സൈഡിൽ നിന്ന് ആലോചിച്ചപ്പം ഒരു മോഹൻലാൽ പ്രൊജക്റ്റ്, ഇത്രയും ബഡ്ജറ്റൊക്കെ ഇത്രയേ ഉള്ളൂ. വേസ്റ്റ് കേസ് സിനാരിയോ സംഭവിക്കാൻ പോകുന്നത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇത് വന്നാൽ പോലും അത്യാവശ്യം ഇത് സേഫ് ആയിരിക്കും. ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് പ്രശ്നമൊന്നും വരില്ല. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ചെയ്തത്. കാരണം ഇതെനിക്ക് വർക്ക് ചെയ്ത് വന്നപ്പോൾ എനിക്കിത് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ആംഗിള് അതുകൊണ്ട് തന്നെ. പിന്നെ വെച്ചാൽ പ്രൊമോഷൻ സമയത്ത് നമ്മൾ കൂടുതലും അതിൻ്റെ ഇമോഷൻ ആംഗിളിനെ കുറിച്ച് ആൾക്കാരെ നമ്മൾ പറഞ്ഞ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. കാരണം നിങ്ങൾ 1ലെയും 2ലെയും പോലെ കൈൻഡ് ഓഫ് ഇതിനകത്ത് സർപ്രൈസ് എലമെൻറ്റ്സ് ഇല്ലെന്നല്ല, ആ ലെവലിൽ പ്രതീക്ഷ വരരുത്. കുറച്ച് ഫാമിലി അവരുടെ ഇത് അങ്ങനെ അതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ജോർജ് കുട്ടിയുടെ ഇമോഷനിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു. സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1ൻ്റെയും 2ൻ്റെയൊക്കെ മുകളിലുള്ള ഒരു രീതിയിലേക്കുള്ള കളക്ഷനാണ് വരുന്നത്. അപ്പം അതുപോലെ ആൾക്കാർക്ക് അതിനെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവാം. കാരണം ഈ 1ലും 2ലും ഒക്കെ ജോർജ് കുട്ടി വലിയ കളികൾ കളിക്കുന്നത് കൊണ്ട് അത് തന്നെ. പക്ഷെ അന്നേരം എന്നെ സംബന്ധിച്ചോളം പിന്നെ അതൊരു റെപ്പറ്റീഷനാണ്. അതല്ലാത്തൊരു ട്രിലജി എന്ന് പറയുമ്പോൾ ശരിക്കും ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് ഒരു ആംഗിളൂടെ ഉണ്ട്, അതിൻ്റെ വേറൊരു സൈഡൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് പറഞ്ഞു പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 2 ഒക്കെ സംഭവിച്ചുകൊണ്ട്. ഞാൻ ഈ 2ഉം 3 ഒന്നും ഉണ്ടായെന്ന് ഉള്ള പ്രതീക്ഷയിലൊന്നും അല്ല ഫസ്റ്റ് വർക്ക് ചെയ്തത്. അങ്ങനെ ഫ്രാഞ്ചൈസി വരുന്നേ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇല്ല ഞാൻ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും അത് തീർന്നു എന്നുള്ള രീതിയില്ല. പിന്നെ വേറെ പലരും കഥകളൊക്കെ അയക്കാൻ തുടങ്ങിയപ്പോൾ പ്രൊഡ്യൂസറും എല്ലാം ഇങ്ങനെ പറഞ്ഞപ്പം ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയതാണ്. അങ്ങനെ ഒരു പ്രത്യേക ആംഗിളിൽ നിന്ന് ആലോചിച്ചപ്പോൾ 2ൻ്റെ ഒരു സാധ്യത കിട്ടി. അത് കഴിഞ്ഞ് 2 കഴിഞ്ഞപ്പോഴാണ് ലാൽ സാർ എന്നോട് ചോദിച്ചു 3ക്കുള്ളൊരു ഇതുണ്ടോ എന്ത് തോന്നുന്നു. അപ്പം ഞാൻ പിന്നെ എനിക്കറിയില്ല, പക്ഷെ ഒരു 3 ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കണം, അവസാനിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു തോട്ട് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞത് കൊള്ളാലോ എന്ന് പറഞ്ഞു. ക്ലൈമാക്സ് ആണ് ആദ്യം കിട്ടിയത്. ക്ലൈമാക്സിലേക്കുള്ള ഒരു തോട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അത് കൊള്ളാലോ എന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ ഇത് വർക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് 3ൽ എന്താണ് വേണം, എന്തായിരിക്കണം ഞാൻ പറയേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു. ജോർജ് കുട്ടിയുടെ വീണ്ടും കുറേ കളികളും ഇതും അത് മാത്രമല്ലല്ലോ. ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പം ബേസിക്കലി ഈ സിനിമ ഞാൻ ആദ്യം ചെയ്യുമ്പോൾ ഇതൊരു ഫാമിലി ഡ്രാമ എന്നാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ അതിനകത്തൊരു ക്രൈമും അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വന്നപ്പോൾ അതിനകത്ത് കുറച്ച് സർപ്രൈസ് എലമെൻറ്റ്സ് വന്നപ്പോൾ പെട്ടെന്ന് ഇതിനൊരു ത്രില്ലർ മോഡ് പരിവേഷം ഉണ്ടായി. അപ്പോൾ സെക്കൻഡ് വന്നപ്പോഴും അതിനൊരു തുടർച്ചയുണ്ടായി. കാരണം ജോർജ് കുട്ടിയുടെ ബ്രില്യൻസ് എന്ന് പറയുന്നത് ശരിക്കും ജോർജ് കുട്ടിയുടെ പുള്ളിക്ക് ബ്രില്യൻസ് എന്നൊക്കെ ഉള്ള ഒരു റിഫ്ലെക്സ് ആക്ഷനാണ്. ചിലർക്കുണ്ടല്ലോ ചില സിറ്റുവേഷനിൽ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്നത്. ഞാനൊക്കെ ആ ഒരു കാറ്റഗറി പെട്ട. ചില സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ പകച്ചു നിൽക്കും. പക്ഷേ ജോർജ് കുട്ടിയുടെ ക്യാരക്ടർ അങ്ങനെയല്ല. പുള്ളി
എല്ലാത്തിനും പുള്ളി അപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തും. അങ്ങനത്തെ ഒരു ആളാണ്. എന്ന് കരുതി അതെല്ലാം പെർഫെക്റ്റ് സൊല്യൂഷൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഭാഗ്യവും പല കാര്യങ്ങളും ഇത് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ജോർജ് കുട്ടി ഭയങ്കര ഇൻ്റലിജൻറ്റ് അങ്ങനെയല്ലത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റിഫ്ലെക്സ് ആക്ഷൻ ഉള്ള ഒരാളാണ്. പിന്നെ അത് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അതിനുവേണ്ടി ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നവരാണ്. കാരണം അത് അയാളുടെ ക്യാരക്ടർ ട്രെയ്റ്റ്സിലുള്ളതാണ്. കാരണം ഒരു ഓർഫനായിട്ട് അയാൾ അവിടുന്ന് വളർത്തിക്കൊണ്ട് പുള്ളി സ്വയം വളർന്നൊരു ഫാമിലി ഉണ്ടാക്കി ഈ ലെവലിൽ എത്തുമ്പോൾ അതായത് അയാൾ അത്ര ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഒരു പ്രശ്നം വരുമ്പോൾ അതിന് സോൾവ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി അയാളെ ഹെൽപ്പ് ചെയ്തിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഇത് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സാധനം. അപ്പോൾ സ്വാഭാവികമായിട്ട് തേർഡിലേക്ക് വന്നപ്പോഴും വീണ്ടും ഫസ്റ്റും സെക്കൻഡിലെ പോലെ തന്നെ അത് ആവർത്തിക്കാതെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ചത്. ഓക്കെ, ഈ ദൃശ്യം 3 കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ദൃശ്യം 1 ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാനുള്ള ഒരു എലമെൻറ്റ് അതിനകത്തുണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല കാണുന്നുണ്ട്. കാരണം എന്നോട് 3 തവണ അതാ ഞാൻ പറയുന്നത്, എനിക്ക് ദൃശ്യം 1 റിലീസ് ചെയ്ത അതേ എക്സ്പീരിയൻസും ഫീലുമാണ് എനിക്ക് 3 കിട്ടുന്നത്. 2 മേ ബി 2 തിയേറ്ററിക്കൽ റിലീസ് അല്ലാത്തതുകൊണ്ടായിരിക്കാം. കാരണം 2-നും ചില കൺഫ്യൂഷൻസ് ഉണ്ട്, റീവാച്ച് ചെയ്യണം. പക്ഷേ അന്ന് OTT ആയതുകൊണ്ട് അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവർക്ക് റീവൈൻഡ് ചെയ്ത് കാണാം. തിയേറ്ററിൽ വരുമ്പോൾ അവർ ഒന്നുകൂടെ പോയി കാണേണ്ടി വരും. അപ്പോൾ ഈ ക്ലൈമാക്സിലും ചില ഏരിയയിലും ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ചിലർ എന്നെ വിളിച്ചേനെ, ഇപ്പം പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും വിളിക്കുന്നു, ചിലർ മെസ്സേജ് ഇടുന്നു, സാറേ ഇതെന്താണ്, ഇതെനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ ഞാൻ പറ്റുന്നതിനൊക്കെ മറുപടി അയക്കാറുണ്ട്. ചിലർ വിളിച്ച് ചോദിക്കുമ്പോൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാറുണ്ട്. അത് കൊടുത്തു കഴിയുമ്പോഴും അങ്ങനെയായിരുന്നല്ലേ എന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ ഒരു പയ്യൻ ഇപ്പോൾ ഈയിടെ ഒരു യൂട്യൂബ് വീഡിയോ എനിക്ക് വേറൊരാൾ ലിങ്ക് അയച്ചു തന്നെ, 55 മിനിറ്റ് ഉണ്ട് യൂട്യൂബ് വീഡിയോ. അവൻ കണ്ട് മനസ്സിലാക്കിയിട്ട് അവൻ എൻ്റെ ഫ്രണ്ടിനോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്താണ് ദൃശ്യം 3 എന്നുള്ളത്. അവരുടെ ആ ഡിസ്കഷനകത്ത് ഞാനൊക്കെ ഉദ്ദേശിച്ച ആ ഡെപ്തിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാളേറെ പുള്ളി ഇറങ്ങി അതിനെ വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അടി പോയി ഞാനൊരു കമൻ്റ് ഇട്ടു. ഞാൻ പറഞ്ഞു, നമിച്ചു സഹോദര, ഇത്രയും ഡെപ്തിലേക്ക്. കാരണം പുള്ളി അതിനത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, 1-2 ഡൗട്ട്സ് കൂടി ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിനും മറുപടി കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ഏരിയ എനിക്കതിനകത്ത് വർക്ക് ചെയ്യാൻ അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊരു 2.5 മണിക്കൂറിൽ ഒതുക്കേണ്ട അല്ലെങ്കിൽ 2.25 മണിക്കൂറിനുള്ളിൽ നിർത്തണം. ഇതൊരു സീരീസ് ആണെങ്കിൽ എനിക്ക് അതിൻ്റെ എല്ലാ ഏരിയയിലേക്കൂടെ പോയി വരാം. അപ്പോൾ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ചില ഏരിയകളിലേക്ക് ആൾക്കാരെ അത് ചിന്തിച്ചെടുക്കുക എന്നുള്ളതുള്ളൂ. ഇപ്പോൾ ചിലർ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു പയ്യൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് പടമൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ചില ക്യാരക്ടേഴ്സ് ഫോഴ്സ്ഡ് ആയിട്ടും ഒരു മാറ്റം കൊണ്ടുവന്ന് അതിനകത്ത് 1-2 ക്യാരക്ടേഴ്സിന് ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടല്ലോ, അത് ഫോഴ്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു, ശരിയാ, നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ, കാരണം 2-ൽ നിന്ന് കണ്ട ക്യാരക്ടറിനെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ മാറ്റം 3-ൽ നിങ്ങൾക്ക് വരുന്നത്. പക്ഷേ ഈ 2-ഉം 3-ലും തമ്മിൽ നമ്മളൊരു 5 വർഷത്തെ ഗ്യാപ്പുണ്ട്. ആ 5 വർഷം കൊണ്ട് അയാൾക്കുണ്ടായ പ്രശ്നം നമ്മൾ 1-2 ഡയലോഗിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ കൂടുതൽ എനിക്ക് അതിൻ്റെ ഏരിയയിലേക്ക് പോകാൻ പറ്റത്തില്ല. അതിൽ നിന്ന് അവർ മനസ്സിലാക്കണം എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമ്മുടെ മെയിൻ ഏരിയ വേറെ സ്ഥലത്താണ്, വേറെ സ്ഥലത്താണ് നമ്മുടെ മെയിൻ ഏരിയ. അപ്പം അതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ പിന്നെ കാട് കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പം അന്നേരം ഞാനത് 1-2 സ്ഥലത്ത് കൊണ്ട് അത് ചിലർക്കത് കിട്ടി, ചിലർക്ക് അത് തോന്നി. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ, ഈ ഡയലോഗ് അതായിരുന്നല്ലേ. ഞാൻ പറഞ്ഞു, അതാണ്, അതിലൂടെ ഞാൻ ഉദ്ദേശിച്ചാണ്. അപ്പം അത് ആരുടെയും കുഴപ്പമില്ല, ചിലർക്കത് കിട്ടും, അതാണ്. അപ്പം ഈ റീവാച്ച് എന്ന് പറയുന്നത് ഇപ്പം ഒരു കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡിൽ നിന്നാണ് ഓസ്ട്രേലിയയിൽ നിന്ന് ആരോ എന്നെ വെച്ചു, ഫാമിലിയായിട്ട് പോവുകയാണ്. ഞാൻ 4ാമത്തെ തവണയാണെന്ന് പറഞ്ഞു. ഞാൻ 2 തവണ കണ്ടു, പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കണ്ടു, ഇപ്പോൾ ഫാമിലിയായിട്ട് ഓരോരുത്തർ. അത് 1-ലും ഉണ്ടായിരുന്നു. പിന്നെ വലിയൊരു ഫീൽ എനിക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1-ൻ്റെ സമയത്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു 10-12 വർഷം കൂടി സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. ഇത്തവണയും ഉണ്ട് അതുപോലെ. അപ്പോൾ ഇതിനകത്ത് ഒരുപക്ഷെ യൂട്യൂബിൽ കണ്ടു കാണും, ഞാനത് ഷെയർ ചെയ്തിരുന്നു. ഒരു ഹൗസ് വൈഫ് മകൾ ചോദിക്കുന്നുണ്ട്, 27 വർഷം കൂടി ആയതുകൊണ്ട് സിനിമ ഫസ്റ്റ് പോലും തിയേറ്ററിലല്ല കണ്ടത്. അപ്പം എവിടെയോ ദൃശ്യം അതുപോലെ അവരെ സ്പർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ തിയേറ്ററിൽ പോയി കണ്ടേക്കാമെന്ന് കണ്ട് തീരുമാനിച്ചിറങ്ങുന്നത്. ഈ ദൃശ്യം 3-ൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള എലമെന്റ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ദൃശ്യം 3 ഇറ്റ്സെൽഫ് ഈസ് വെരി റിസ്കി. കാരണം ഒരു ഫ്രാഞ്ചൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റിൻ്റെ സെക്കൻഡ് ചെയ്യുമ്പോൾ തന്നെ പ്രശ്നമുണ്ട്. അപ്പോൾ സെക്കൻഡ് നന്നായി വരുമ്പോൾ തേർഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു റിസ്ക്കാണ്. പിന്നെ അതിനകത്ത് ആ റിസ്ക് എന്ന് പറയുന്നത് ഞാൻ എടുത്ത ആംഗിളാണ്.
ജോർജ് കുട്ടി വീണ്ടും വലിയ ഹീറോയിസം കാണിച്ച അങ്ങനെയല്ല. എന്നാൽ അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു മാത്രം. അപ്പോൾ ഞാനീ ചെയ്ത ദൃശ്യം 3 എന്ന് പറയുന്ന അതിന് വേണ്ടിയിട്ട് എടുത്ത ആംഗിളായിരുന്നു ഇതിൻ്റെ ഏറ്റവും റിസ്ക് ഫാക്ടർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് ഓഡിയൻസിന് ഈ എക്സ്പെക്റ്റേഷൻ കൊണ്ടും ചിലപ്പോൾ മനസ്സിലാകാതെ വരിക. പിന്നെ അവസാന ഏരിയ എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ്, കുറച്ച് നമ്മൾ ചിലയിടത്ത് ഒരു നോൺ ലീനിയർ ആയിട്ടൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ വളരെ സ്ലോ പേസി വന്നിട്ട് ഒരു പോയിന്റിലെത്തിയപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് സ്പീഡ് കയറ്റുവാണ്. ആ സ്പീഡ് കയറ്റുന്നതെന്ന് പറയുന്നത് ജോർജ് കുട്ടിയുടെ മാനസികാവസ്ഥയിലൂടെ ട്രാവൽ ചെയ്യാനുള്ള സ്പീഡാണ് ഞാൻ ഇത് ചെയ്തത്. കാരണം അവിടെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ ഇതേ ഒരു പാറ്റേൺ ഞാൻ വലതുവശത്തെ കള്ളന് ട്രൈ ചെയ്തായിരുന്നു. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ബിജു മേനോൻ്റെ മാനസികാവസ്ഥയിലൂടെ ആ സ്പീഡിലും ആ ടെൻഷനിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ എല്ലാ മൂവ്മെൻറ്റും സ്പീഡും ആക്കി അതിൻ്റെ ഷോട്ടിൻ്റെ അതിൻ്റെ മേക്കിംഗ് പാറ്റേണെ മാറ്റിയായിരുന്നു. പക്ഷെ അതുകൊണ്ട് ചിലർക്ക് ചിലത് മനസ്സിലാകാതെ വന്നു. അപ്പോൾ അത് തന്നെ ഇവിടെയും വരുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. ബട്ട് കുഴപ്പമുണ്ടായില്ല. ഓക്കെ. ഈ ദൃശ്യം 3-ൽ ട്വിസ്റ്റുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ട്വിസ്റ്റുകൾ എഴുതുന്ന സമയത്ത് സാറിന് ഒരു ടെൻഷൻ വരാറുണ്ടോ? അതായത് ഈ ആളുകൾക്ക് ഇത് മനസ്സിലാവോ അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുമോ, അങ്ങനെ ഒരു ടെൻഷൻ എഴുതുന്ന സമയത്ത് വരാറുണ്ടോ? ഇല്ല, നമ്മളതിനകത്ത് ആകപ്പാടെ ശരിക്കും ഒളിച്ചു വെച്ചത് അതിൻ്റെ ഇൻട്രോൽ പോയിന്റിലുള്ള ആ വ്യക്തിയെ മാത്രമാണ്. കാരണം എല്ലാവരും പ്രതീക്ഷിക്കുമ്പോൾ അവർ ഏതൊക്കെ രീതിയിലായിരിക്കും പുള്ളിനെ പ്രതീക്ഷിച്ച് ഇരിക്കുകയെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് അത് ഒരു സർപ്രൈസ് എലമെൻ്റായിട്ട് കൊടുത്തു. ബാക്കിയുള്ളതെല്ലാം എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അത് വലിയ ട്വിസ്റ്റായിട്ട് തോന്നണമെന്നൊന്നും ഇല്ല. പിന്നെ ഉള്ളത് ഏറ്റവും അവസാനത്തെ, അതും നമ്മൾ ഹൈഡ് ചെയ്യാൻ വെക്കാൻ ആഗ്രഹിച്ചൊരിതാണ്. കാരണം അത് ആൾക്കാർ പ്രതീക്ഷിക്കരുത്, ഓ ഇത് ഇങ്ങനെയായിരുന്നല്ലേ എന്ന് അങ്ങനെ കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് രണ്ടും വർക്കായെന്നുള്ളതാണ് എൻ്റെ ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെയാണ്, ഇപ്പം ഞാൻ സിനിമ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേകിച്ച് ഒരു സസ്പെൻസ് ഉള്ള സിനിമയാണെങ്കിൽ ഞാനെന്നല്ല കേട്ടോ, ഏത് സസ്പെൻസ് സിനിമ വന്നാലും ഒരു സെക്ഷൻ ഓഫ് ഓഡിയൻസ് ഉണ്ട്. ഓക്കെ, അത് കണ്ടുപിടിക്കണം, അതൊരു വാശിയോടെ. ഞാനും അങ്ങനെയാണ്. ഇപ്പം നമ്മളിപ്പം ഇപ്പം നൈസ് ഔട്ട് എന്നൊക്കെ പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമ ഇറങ്ങി. അത് അഗതാ ക്രിസ്റ്റി ടൈപ്പ് ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് ഹൂ ഡൺ ഇറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് ആരാന്ന് അതിന് മുമ്പ് കണ്ടുപിടി, അതൊരു ഒരു ഒരു ക്രേസാണ്. ഇപ്പം നമുക്കത് കണ്ടുപിടിക്കേ സാധിച്ചു എന്നോർത്തുകൊണ്ട് ഞാൻ ആ സിനിമയെ ഇഷ്ടപ്പെടാതിരിക്കുന്നൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ എൻ്റെ ഒരു ആസ്വാദന ഒരു എക്സൈറ്റ്മെൻറ്റ് ചിലപ്പോൾ നഷ്ടപ്പെടുമായിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ. ഈ സാറിന് ഈ ട്വിസ്റ്റുകളൊക്കെ എഴുതി ആ സമയത്ത് സാറിന് ഈ സർപ്രൈസിങ് എലമെൻറ്റ് നഷ്ടപ്പെടുന്നു എന്ന് പറയില്ല. അപ്പോൾ സിനിമ സാർ വാച്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ? തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒത്തിരി പേരുമായിട്ട് സംസാരിക്കും. ചിലർക്ക് ഇത് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുണ്ട്. വളരെ ഇതിനെ സെൻസിബിളായിട്ട് ഡിസ്കഷന് വരുന്നവരോട് ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ്. അപ്പം പറയും, സാറേ എനിക്ക് ഈ പോയിന്റ് വെച്ചിട്ട് ഒരു സംശയം തോന്നി. ഞാൻ വെച്ചാൽ അത് ഏത് പോയിന്റ് വെച്ചിട്ട്, അത് എങ്ങനെയാണ്, അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഓഡിയൻസ് ചിന്തിക്കുന്നതെന്നൊരു ഐഡിയ. അത് സ്ക്രിപ്റ്റുമായി നമ്മളിപ്പം ഈ എൻ്റെ സ്ക്രിപ്റ്റുകളെല്ലാം എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കാൻ കൊടുക്കുന്നുണ്ട് കുറേ പേർക്ക്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ കുറേ നമുക്ക് ഫീഡ്ബാക്സ് കിട്ടും. പക്ഷേ സ്ക്രിപ്റ്റും സിനിമയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിലേറ്റൊക്കെ പോയി ക്ലിയർ ചെയ്തൊക്കെ വരാം. പക്ഷേ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് അത് പറ്റത്തില്ല. ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ഒരിടത്ത് ഒരു ഡൗട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത സീൻ വരുമ്പോൾ നമ്മളതങ്ങ് കൊണ്ടുപോകണം. അപ്പം അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിത് ചിന്തിക്കുന്നത്. ഇന്ന് കരുതി എപ്പോഴും സക്സസ്ഫുൾ ആവണമെന്നൊന്നുമില്ല. ചില സാധനങ്ങൾ നമ്മളിപ്പോൾ ട്വിസ്റ്റ് അല്ലാത്ത, ഇപ്പോൾ ഞാൻ മിറാഷ് എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് ട്വിസ്റ്റ് എന്ന് പറയുന്ന ക്ലൈമാക്സിലെ ആസിഫിൻ്റെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ ശരിക്കും യഥാർത്ഥത്തിലെ ട്വിസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റേതെല്ലാം ഒരു മിറാഷ് എഫക്റ്റാണ്. മിറാഷ് എന്ന് പറയുന്ന അതാണെന്ന് തോന്നും ആ വ്യക്തിയുടെ അടുത്തെങ്കിലും ആ ക്യാരക്ടർ മാറും. അത് അതിനകത്തെ മേജർ ക്യാരക്ടറിന് എല്ലാം സംഭവിച്ചിരിക്കണം. അപ്പോഴാ പേരും ഇതും തമ്മിൽ വർക്കൗട്ടാണ്. കാരണം എല്ലാവർക്കും ഉണ്ട് ഒരു ഹിഡൻ ഫേസ്, ഒരു സെക്കൻഡ് ഫേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. പക്ഷേ അത് കാണിച്ചപ്പം ഓഡിയൻസിന് പലർക്കും പറഞ്ഞു, ഓ ഇത് വളരെ പ്രഡിക്റ്റബിൾ, ഞങ്ങൾക്കൊക്കെ നേരത്തെ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ അതവിടെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച രീതിയിൽ എവിടെ ഒരു പാളിച്ച പറ്റി, അല്ലെങ്കിൽ എൻ്റെ കാൽക്കുലേഷൻ പാളിപ്പോയി. എപ്പോഴും ശരിയാവണമെന്നുമില്ലല്ലോ, ചിലപ്പോൾ അത് അങ്ങനെയും സംഭവിക്കാം. ഈ നാടകത്തിലുള്ളതാണ്, അത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. സാറിന് സിനിമ ഇറങ്ങുന്ന ദിവസം ഭയങ്കര ടെൻഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ ടെൻഷനൊന്നുമില്ല. എനിക്ക് ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് നഷ്ടം വരരുതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പടത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു 100 പേര് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തൊരു, ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം, അല്ലെങ്കിൽ കണ്ടതിൻ്റെ ഒരു 100% എടുക്കുകയാണെങ്കിൽ ഒരു 80% ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട അതൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റായി.
അത് 70, 60, 50 എന്ന് വരുന്നതനുസരിച്ച് ആ ഹിറ്റിൻ്റെ ഒരു ഇത് കുറഞ്ഞു വരും. അപ്പോഴും അതൊരു മോശം സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം തിയേറ്ററിൽ ഓടാത്ത സിനിമകളെല്ലാം മോശവും തിയേറ്ററിൽ ഭയങ്കര ബോക്സ് ഓഫീസിൽ സക്സസ്ഫുൾ ആകുന്നതെല്ലാം നല്ല സിനിമയാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കില്ല. എനിക്ക് എത്രയോ സിനിമകൾ തിയേറ്ററിൽ വൻ വിജയമായതും വേറെ സിനിമകൾ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന കൂടുതൽ ഇത് ചെയ്തു. എന്നാൽ തിയേറ്ററിൽ അധികം ഓടാത്ത ചില സിനിമകളുണ്ട്, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമ ഞാൻ പറയാം, ഭരതനാട്യം. തിയേറ്ററിൽ ഫസ്റ്റ് പാർട്ട് അത് ഭയങ്കര ഇതായിരുന്നു, പക്ഷെ അത് നല്ല സിനിമയാണ്. ഞാനന്ന് OTT കണ്ടിട്ട് സൈജുനെ വിളിച്ചിട്ടുണ്ട്, അയ്യോ നല്ല സിനിമയാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ആൾക്കാരൊക്കെ അന്ന് അത് തിയേറ്ററിൽ വന്നില്ല, അതിൻ്റെ പല കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷേ പിന്നീട് ഭരതനാട്യം മോഹിനിയാട്ടമായപ്പം ആ ഭരതനാട്യം OTT കണ്ടിട്ട് ആൾക്കാർ അതിനെ എൻ്റെ കണ്ടിന്യൂഷൻ വന്നു എൻജോയ് ചെയ്ത് പടം ഹിറ്റാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണത്. ഈ സാറിൽ നിന്ന് കൂടുതൽ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് സാറിന് ഒരു ടെൻഷൻ വരുമോ എപ്പോഴും എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിറക്ഷൻ ചെയ്യുന്ന ടൈമിൽ? അല്ല, നമ്മൾ എന്നറിയോ, ഞാൻ വന്നൊരു സ്കൂളുണ്ട്, അത് ജയരാജ് സാറിൻ്റെ സ്കൂളാണ്. ഞാൻ ഒരു പടമാണ് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തത്. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്, നമ്മളാരെയും അദ്ദേഹത്തിന് ഭയങ്കര പരീക്ഷണങ്ങൾ നടത്താനോ അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ളൊരു ധൈര്യമുണ്ട്. ഞാൻ ആ ലെവലിലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എനിക്കത് എന്നെ ഒത്തിരി കണക്ട് ചെയ്ത്, ഐ മീൻ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചത് അതാണ്. ഒരു ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ എന്നുള്ളത് ധൈര്യമായിട്ട് ചെയ്യുക. ചിലപ്പോൾ റിസൾട്ടിനായിട്ട് അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ വന്നെന്ന് വരില്ല, ചിലപ്പം അപ്പോഴും ഒരു ഡീസൻറ്റ് സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അത് ശ്രമിച്ചുകൊണ്ടിരുന്നാലല്ലേ ഇത് പറ്റുള്ളൂ. നമ്മളതിനെ പേടിച്ചിട്ട്, ഇപ്പം ഞാൻ ഇടയ്ക്ക് ഒരു റൈറ്ററുമായിട്ട് ഇരുന്നപ്പം ഡിസ്കഷൻ ഇരുന്നപ്പോൾ എൻ്റെ ഒരു അസോസിയേറ്റുമായിട്ടിരുന്ന സ്ക്രിപ്റ്റ് വായന പുള്ളിയോട് സാർ ഈ ഒരു ഏരിയ ചിലപ്പോൾ റിവ്യൂസ് ഇങ്ങനെ പറയും. ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ ചിന്തിച്ച് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുമോ? റിവ്യൂസ് ഇങ്ങനെ പറയുമെന്നും പറഞ്ഞ് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ശരിയെന്ന് തോന്നുന്നതിലൂടെ യാത്ര ചെയ്യുക, എന്നിട്ട് അത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ടെൻഷൻ എന്നല്ല, ഇന്നേരം നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, നമുക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ പടം നന്നായി വരണം എന്നുള്ളത്. എന്ന് കരുതി ഞാനൊന്നിനും അമിത പ്രതീക്ഷ വെക്കാറില്ല. വൻ വിജയമാണേലും വലിയ എക്സൈറ്റ്മെന്റ് ഇല്ല, വൻ പരാജയമാണേലും വലിയ ദുഃഖവും ഇല്ല. അത്രേ ഉള്ളൂ. കാരണം ഇത് രണ്ടും സംഭവിക്കാം. 2007 ഡിറ്റക്റ്റീവ് അല്ലേ ആദ്യത്തെ മൂവി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാലും ഭയങ്കര രസമുള്ള, കാരണം ആ സമയത്ത് ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു രീതിയിലായിരുന്നു. അത് കാലത്തിന് മുമ്പേ ഇറങ്ങിയ ഒരു സിനിമയാണ് എന്നുള്ളൊരു തോന്നലുണ്ടോ? അതെനിക്കറിയില്ല. ആ സിനിമ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഒത്തിരി ആ സിനിമയെക്കുറിച്ച് എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് എന്നെ പ്രൂവ് ചെയ്യാൻ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അന്നത്തെ കാലത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഒത്തിരി കഷ്ടപ്പാടിലൂടെ ആ സിനിമ തീർത്തെടുത്തത്. അത് എത്രയോ നന്നാക്കി ചെയ്യാമായിരുന്നു, പക്ഷേ ഒരു തുടക്കക്കാരൻ എന്നുള്ളതിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്. അതിനകത്ത് ഒത്തിരി തടസ്സങ്ങളും, ഒന്നാമത് ഞാൻ ഒരു സിനിമയെ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ പല പ്രഷേഴ്സ് ഉണ്ടാകും സൈഡിൽ നിന്ന്. അവർക്ക് നമ്മളിലൊരു വിശ്വാസമില്ല. പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിനിമ ഇറങ്ങിയപ്പം പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടമൊന്നും വന്നില്ല, വലിയ ലാഭവും കിട്ടിയില്ല, പക്ഷെ അത് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പം ആദ്യത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ അന്നത്തെ കാലത്തെ പ്രശ്നം ഇന്നത്തെ പോലെ ഷോർട്ട് ഫിലിം ചെയ്ത് കാണിക്കാനൊന്നും നമുക്ക് ഓപ്ഷനില്ല. എന്നെ തന്നെ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നൊരു വലിയൊരു കടമ്പ എൻ്റെ മുന്നിലുണ്ടായിരുന്നു. കാരണം ഞാനൊരു പ്രൊഡ്യൂസറുടെ അടുത്ത് ചെയ്ത പടം ഏതാണെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്ത എത്ര പടം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഒരെണ്ണേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ചെയ്യും എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ഒരു പ്രൊഡ്യൂസർക്ക്? അപ്പം അങ്ങനെ വരുന്ന ഒരു പ്രൊഡ്യൂസർ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് വഴങ്ങിക്കൊടുക്കാൻ ബാധ്യസ്ഥനാകും. പക്ഷേ കുഴപ്പമില്ല, അത് കാലം തെറ്റി വന്നോ അല്ലെങ്കിൽ കാലത്തിന് മുമ്പേ വന്ന സിനിമ എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ ഏത് കാലത്ത് വന്നാലും, ഇപ്പം ഇന്ന് വന്നാലും അത് വെൽ റിസീവ്ഡ് ആയതിനെ, പക്ഷേ മേക്കിംഗ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആവണം, അത്രയേ ഉള്ളൂ. ഈ സമയത്ത് കുറച്ചുകൂടി അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. ആയിരിക്കും. കാരണം ഇറ്റ് ഡിപ്പെൻസ്. എനിക്കത് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള സാഹചര്യത്തിനെ അനുസരിച്ചിരിക്കും, അത് ഏത് കാലഘട്ടത്തിൽ വന്നാലും. ഈ ദൃശ്യത്തിനകത്ത് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സീൻ മാറ്റി ഒന്നുകൂടെ ഷൂട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? അത് മിക്ക സീനുകളിലും നമുക്ക് കുറച്ച് അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ. എനിക്ക് തോന്നുന്നത് ഒരു ഫിലിം മേക്കറും ആ ഫൈനൽ പ്രൊഡക്റ്റിൽ 100% സാറ്റിസ്ഫൈഡ് ആവില്ല. കാരണം എവിടെയോ അത് കുറച്ചുകൂടെ എങ്ങനെയായിരുന്നു ഇങ്ങനെ അത് തോന്നും. കാരണം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമുക്ക്. ചിലപ്പോൾ അതൊരു നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തിയേറ്ററിൽ ഇങ്ങനെ ഒരു റെസ്പോൺസ് ആയിരുന്നു,
ചിലത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വർക്കൗട്ട് ആകുമ്പോൾ സന്തോഷമുണ്ട്. അതുപോലെ ചില സീൻ അത് ആ ഉദ്ദേശിച്ച ഇമ്പാക്റ്റ് വന്നില്ലേ, അതപ്പം ഒന്ന് മാറ്റി പിടിക്കണമായിരുന്നു, അല്ലെങ്കിൽ വേറെ രീതിയിൽ അത് എടുക്കണമായിരുന്നു, അങ്ങനെയൊക്കെ തോന്നും. അതിപ്പോൾ ഒരു സീൻ എന്നല്ല എനിക്ക് ഉണ്ടാവും. ഈ എല്ലാ സിനിമകളും ഇങ്ങനത്തെ ഒരു ആംഗിളിൽ കാണുമ്പോഴേ നമുക്കത് ആസ്വദിക്കാൻ പറ്റൂ. എങ്ങനത്തെ അതായത് നമ്മൾ ഒരു ഡയറക്ടറുടെ കണ്ണിലൂടെ, അതായത് ഈ സീൻ അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആവും. എൻ്റെ സിനിമകൾ മറ്റുള്ള സിനിമകളിൽ ഞാനൊരു ബേസിക് പ്രേക്ഷകനാണ്, വേറൊന്നും നോക്കാറില്ല. ഇല്ല. ഞാൻ ഒരു സിനിമ കാണുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടിലെ രീതി കൊണ്ട് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നുള്ളൊരു തരംതിരിവുണ്ട്. ശരിക്കും അങ്ങനെ തരംതിരിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് ആ കഥ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമകളാണെങ്കിൽ ആ ബ്രേക്ക് ഇല്ല, അവർ കണ്ടിന്യൂസ് ആണ്. നമ്മുടെ ഇവിടെ ബ്രേക്ക് ചെയ്യും. അപ്പം ഫസ്റ്റ് ഹാഫിൽ സ്ലോ ആയിരുന്നു, സെക്കൻഡ് ഹാഫിൽ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. ഞാൻ ആ സിനിമ ടോട്ടാലിറ്റിയിലാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ചോളം അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്ലോ ആയെന്ന് ഓർത്ത് എനിക്ക് കുഴപ്പമില്ല. കാരണം ആ സ്ലോ ആകുന്നതിനൊരു പർപ്പസ് ഉണ്ടെങ്കിൽ അതിനൊരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ സിനിമകളിൽ ഞാനത് ചെയ്യാറുണ്ട്. കാരണം അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ ടെമ്പോയിൽ നമുക്ക് സിനിമ കൊണ്ടുപോകുന്നത് റിസ്ക് ആണെന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കയറി ഇറങ്ങി ഒരു സിഗ്സാഗ് ഇതിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ എപ്പോഴും ഒരു കാഴ്ചപ്പാട്. അപ്പം മറ്റുള്ളൊരു സിനിമ കാണുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ സിനിമയൊന്നിലാകാൻ ഞങ്ങൾക്ക് ഓക്കെ, ഇതിനകത്ത് അതിനൊരു റീസൺ ഉണ്ടാവും. അപ്പം ഞാനത് കാണും. ഒരുമാതിരി എന്നെ ആ സിനിമ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്നെ സ്പർശിക്കുകയോ എൻ്റർടൈൻ ചെയ്യുകയോ ചെയ്താൽ എനിക്ക് ആ സിനിമ ഓക്കെയാണ്, അതിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ്. അല്ലാതെ അതിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ അവിടെ പ്രശ്നമുണ്ടായി, അവിടെ ആ ഏരിയയിൽ എനിക്ക് ഷോട്ടുകൾ ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല. എന്നെ കഥയിലേക്ക് കയറിയാൽ ഞാൻ ആ കഥയിൽ മുഴുകിയിരുന്നങ്ങ് കാണും. ഞാൻ ഈയിടെ കണ്ട കുറേ OTT-ലൊക്കെ കുറേ കണ്ട കൊച്ചു പടങ്ങൾ മിക്കതും എനിക്ക് ഓക്കെയാണ്. പക്ഷേ ഇന്നത്തെ ഓഡിയൻസ് ഞാൻ കുറച്ചുകൂടെ ഒരു പഴയ ഓഡിയൻ ആയതുകൊണ്ടാണ് ഓഡിയൻസിൻ്റെ പറയുന്നുണ്ട് റീൽസ് കണ്ടിട്ട് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലായി, ഇങ്ങനെ ഒത്തിരി നേരം ഇങ്ങനെ ലെങ്തി സീൻസ് ഒന്നും അവർക്ക് ഇരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഞാൻ ഈ ഒരു ആ ഒരു പ്രായത്തിലാണ് ഒരു ന്യൂ ജനറേഷൻ ഒരു ഇതിലാണ് ചിലപ്പോൾ ഞാനും അങ്ങനെ ട്യൂൺഡ് ആവുമായിരുന്നിരിക്കും. അപ്പം ഞാനൊരു സാധാ ഓഡിയനാണ്, ബേസിക് ഓഡിയനാണ്. ഒരുമാതിരി ഓക്കെയാണ്, എനിക്ക് ആ പടം ഇഷ്ടമാണ്. ഓക്കെയാണ്. പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ചർച്ചകളൊക്കെ വരാറുണ്ടോ സിനിമകളെ? ചർച്ചകളും അടിയും ഫൈറ്റും എല്ലാം ഉണ്ട്. കാരണം അവരും ഇതിൽ തന്നെയാണ്. ഇപ്പം മൂത്തയാൾ ഒരു ഫിലിം സ്ക്രിപ്റ്റൊക്കെ എഴുതി ഡയറക്റ്റ് ചെയ്യുന്ന, ഇളയാൾ ലൈൻ പ്രൊഡക്ഷൻ കമ്പനി ഇത് ചെയ്യുന്നു, വൈഫ് കോസ്റ്റ്യൂമാണ്. അപ്പോൾ നാലുപേരും ഇതിനകത്ത് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അഭിപ്രായത്തിൽ വ്യത്യാസങ്ങളുണ്ട്. എൻ്റെ കാഴ്ചപ്പാടല്ല എൻ്റെ മക്കളുടെ കാഴ്ചപ്പാട്, അവരിലും തമ്മിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ക്ലാഷസ് ഉണ്ടാവും, അത് വേണം. അപ്പം ചില സമയത്ത് ഇവരങ്ങ് അപ്സെറ്റ് ആവും. അപ്പം ഞാൻ നീ അങ്ങനെ വിചാരിക്കണ്ട, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിൽക്കുന്നു, നീ എൻ്റെ അഭിപ്രായം നിൽക്കുന്നു, അതെന്തെങ്കിലും ആയിക്കോട്ടെ, പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ചിലത് പറയുമ്പോൾ ഇനിയിപ്പോൾ ഡാഡിക്ക് അത് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക, ഞാൻ അങ്ങനെ ചിന്തിക്കരുത്, നീ നിൻ്റെ അഭിപ്രായം പറയാം. ചിലപ്പോൾ മാറിയെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നിയാൽ ഞാൻ തിരുത്താനുള്ള ഒരു മനസ്സുണ്ടാവണം. എനിക്ക് അങ്ങനെ ഒരു ഈഗോയുടെ പ്രശ്നമില്ല. പെട്ടെന്ന് നമ്മളൊരു സാധനം എഴുതി, പേരെന്താ, ചിത്ര, ഞാനിപ്പോൾ പെട്ടെന്ന് ചിത്ര ചിലപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ആയിരിക്കും, കാണിക്കുമ്പോൾ ചിത്രം ചോദിച്ചിട്ട് സാറേ ഇത് ശരിയായില്ല, ഇത് ഇങ്ങനെയാന്ന് പറയുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് വന്നതിൽ അതെൻ്റെ ശരിയായിട്ട് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ എന്തുകൊണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചിത്ര കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അപ്പോൾ ഞാൻ അതിനകത്ത് കൗണ്ടർ ചെയ്തു. ചിലപ്പോൾ മാറിയിരുന്നപ്പോഴായിരിക്കും എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനായിരിക്കും ചിത്ര പറഞ്ഞാൽ എന്തോ കാര്യമുണ്ട്, ഓക്കെ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇരുന്ന് ആലോചിച്ചിട്ട് അത് റെക്ടിഫൈ ചെയ്യേണ്ടതാണ്, റെക്ടിഫൈ ചെയ്യാറുണ്ട്. അതിൻ്റെ എസെൻസിന് ആ ഫ്രീഡം ഉണ്ട്. എനിക്ക് തോന്നുന്നു സാധാരണ അങ്ങനെ ആരും കൊടുക്കാറില്ല. എല്ലാവരും അല്ല, ചിലർ കൊടുക്കും. കാരണം എന്നറിയോ, നമ്മുടെ കൂടെ നിൽക്കുന്നവർ ഞാൻ ഒത്തിരി സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, അത് അപകടം. ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നവർ ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും എന്നെ പ്രൈസ് ചെയ്യുന്നവരാണെങ്കിൽ അതുകൊണ്ട് എനിക്കൊരു ഉപകാരവും ഇല്ല, അതെൻ്റെ നാശത്തിനേ ഉള്ളൂ. എൻ്റെ കൂടെ നിൽക്കുന്നവർ ക്രിട്ടിസൈസ് ചെയ്യണം. ഏറ്റവും വലിയ ക്രിറ്റിസിസം എൻ്റെ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യത്തെ സ്ക്രിപ്റ്റ് വായിക്കുന്ന ആദ്യത്തെ 3 പേരാണ്, അവർ തന്നെ ആദ്യം കുറ്റം പറഞ്ഞു തുടങ്ങും. അതിൽ നിന്നാണ് നമ്മളതിനെ ഫിൽറ്റർ ചെയ്ത്. ഇപ്പം ദൃശ്യം 3 ഇറങ്ങിയപ്പോഴും ദൃശ്യം 2 എഴുതി കഴിഞ്ഞപ്പോഴും ഒക്കെ 2 എഴുതാൻ നേരത്ത് അവർ വേണ്ടാന്ന് പറഞ്ഞാൽ, അപ്പം ഞാനൊന്ന് എഴുതാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർക്ക് 3 പേർക്ക് വായിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ 3 പേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ വായിച്ചിട്ട് അവർ പറഞ്ഞു ഡാഡി ഇത് നല്ലൊരു സിനിമ, നമുക്ക് ട്രൈ ചെയ്യാം, ധൈര്യമായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ബോക്സ് ഓഫീസ് എന്താണെന്ന് നമുക്കറിയില്ല. 3 വന്നപ്പോഴും അത് തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഡാഡി ഇതിനകത്തൊരു നല്ല സിനിമയുണ്ട്, നമ്മളത് നല്ല സിനിമ ചെയ്യാന്നുള്ള ആംഗിളിൽ ചെയ്യുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളത്. പക്ഷേ അപ്പോഴും അതിനകത്ത് വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു. ഒരാൾക്ക് ഒരു പ്രശ്നം, ഒരാൾക്ക് വേറൊരു പ്രശ്നം. അത് കഴിഞ്ഞ് നമ്മൾ അത് റെക്ടിഫൈ ചെയ്തിട്ട് അസിസ്റ്റൻസിന് കൊടുത്തു, ഒരു ലെയർ ഓഫ് അസിസ്റ്റൻസിന് കൊടുത്തു. അവരത് വായിച്ചു. അവരുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു ലെയർ ഓഫ് അസിസ്റ്റൻസിന് കൊടുത്തു. അങ്ങനെ പിന്നെ അല്ലാതെ പുറത്ത് നോക്കിയിട്ട് ഇപ്പം നമ്മുടെ ലിറിസിസ്റ്റ് വിനായകില്ലേ,
വിനായൊക്കെ നമ്മുടെ സ്ക്രിപ്റ്റ് ഞാൻ നമ്മുടെ ലിസ്റ്റിനകത്തുള്ളവരാണ്. അപ്പോൾ ഇവനൊക്കെ അയച്ചു കൊടുക്കും, അവൻ വായിക്കും, അവൻ്റെ ഒപ്പീനിയൻ പറയും. അങ്ങനെ നമ്മൾ ചെയ്യും. കാരണം എൻഡ് ഓഫ് ദ ഡേ ഇത് നമ്മളൊരു ഓഡിയൻസ്, ഒരു മാസ് ഓഡിയൻസിന് മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ കുറച്ചൊരു അത് തന്നെ പല ഏജ് ഗ്രൂപ്പുള്ളവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടുകയാണെങ്കിൽ പലപ്പോഴും അതിനുള്ള സമയം കിട്ടാറില്ല. നമ്മൾ ഈ ഫുൾ ഫിലിം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഫസ്റ്റ് പ്രിൻ്റ് ആയി കഴിഞ്ഞിട്ട് കുറച്ച് പേരെ കാണിക്കണം. കാണിച്ചിട്ട് ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് എവിടെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റണം. റീഷൂട്ട് ചെയ്യണമെങ്കിൽ റീഷൂട്ട് ചെയ്യണം. അങ്ങനെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ വരികയാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ എപ്പോഴും അതിനുള്ളത് കിട്ടാറില്ല. കാരണം നമ്മളിവിടെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് റിലീസിങ് ഡേറ്റ് ഫിക്സ് ചെയ്യും. പക്ഷേ ഇനി അങ്ങോട്ട് റിലീസിങ് ഡേറ്റ് ഫസ്റ്റ് കോപ്പി ആയിട്ട് ഫിക്സ് ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് നീങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള പ്രൊജക്റ്റ് വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സിനോട് ഞാൻ അതാ പറയാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് കോപ്പി ആയിട്ട് നമുക്ക് റിലീസിങ് ഡേറ്റ് ഫിക്സ് ചെയ്യാം. അല്ലാതെ അത് പ്രാക്ടിക്കലി നമുക്ക് എന്തെങ്കിലും ഒരു കറക്ഷൻസ് വരുത്തണമെങ്കിൽ കിട്ടിയാൽ നല്ലതാണ്. എത്രത്തോളം പ്രാക്ടിക്കൽ ആഗ്രഹം പറഞ്ഞാൽ കേട്ടോ, നടക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ വന്ന ഒരു ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതായിരിക്കും. കുറച്ചുകൂടെ അതിന് നമുക്ക് അതിനകത്ത് പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. ഈ എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ശരികൾ എപ്പോഴും എൻ്റെ ശരികളാണ്. അത് ചിലപ്പോൾ ചിത്രയ്ക്ക് തെറ്റായിരിക്കാം. അത് ചിത്ര പറയുമ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലാകുന്നത്. പറയാനൊരു അവസരം ഞാൻ തരണ്ടേ? മനസ്സിലായോ? അതാണ്. അപ്പോൾ എടുക്കുമ്പോഴും നമ്മളൊരു ക്രീം ഓഫ് ഓഡിയൻസ് ആയിരിക്കണം. അത് ഓരോ സെക്ഷനിൽ നിന്ന്. ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂവിനകത്ത് കണ്ടായിരുന്നു, മീന മാം ആദ്യം ഈ പ്രൊജക്ട് വേണ്ടാന്ന് വെച്ചതാണ്, പിന്നെ മമ്മൂക്ക പറഞ്ഞിട്ടാണ് വീണ്ടും ജോയിൻ ചെയ്തത്. ആക്ച്വലി അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക ഉള്ളൊരു സെറ്റിലാണ് ഇത് ചെല്ലുന്നത്. അപ്പം മമ്മൂക്കയ്ക്ക് ഈ കഥ നേരത്തെ അറിയാം. ഞാൻ മമ്മൂക്കയുടെ കഥ പറഞ്ഞാണല്ലോ. അപ്പം മമ്മൂക്ക അന്നേ പറഞ്ഞായിരുന്നു മീനിനോട് ഒരു ക്യാരക്ടർ മിക്കവാറും തേടി വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് ഞാനവിടെ വരികയും ചെയ്തപ്പം നമുക്ക് അതിനെ കണ്ടു പറഞ്ഞു, ഞാൻ മീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനവിടെ ചെന്ന് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം മീനയ്ക്ക് അന്നൊരു ന്യൂബോൺ ബേബിയാണ്, മീൻസ് 1.5 വയസ്സാണ്ടേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇത് ഇങ്ങനെയൊക്കെ പുള്ളിക്കാരത്തി അഭിനയിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ലെങ്തി ക്യാരക്ടറല്ല, കുറച്ച് ദിവസം മതി. ഇതെന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ടുണ്ട്, ഒത്തിരി ദിവസം വേണം. അപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, എങ്ങനെ ഷൂട്ടിങ് ചെയ്യുന്നുള്ളതിലൊരു കൺസേൺ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മീനെ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഹാഫ് മൈൻഡിൽ ഞാൻ പോകുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ മമ്മൂക്കയെ കണ്ടു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം പറഞ്ഞു. ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയാടാ എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം സംസാരിച്ചെന്ന് തോന്നുന്നു. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ആ ഒരു സ്റ്റോറി ഇങ്ങനെ വന്നത്. അതുപോലെ 12th മാൻ കണ്ട സമയത്ത് ഒരു ചെറിയ സ്പേസിലാണ് ആ സിനിമ മൊത്തം ഇത്രയും ട്വിസ്റ്റുകൾ, സസ്പെൻസുകൾ ഒളിപ്പിച്ചു. അത് എത്രത്തോളം ഒരു ചലഞ്ചായിരുന്നു സാറിന്? അത് ബേസിക്കലി അതിൻ്റെ ഒരു സ്റ്റോറി നമ്മളോട് ഒരു പുറത്തുള്ളൊരു ഇതിൻ്റെ ഒരു തോട്ട് ഒരാൾ നമ്മളോട് വന്ന് ഷെയർ ചെയ്തതാണ്. അപ്പം ഞാനത് കൃഷ്ണകുമാറുമായിട്ട് ഡിസ്കസ് ചെയ്ത് കൃഷ്ണകുമാർ നമ്മളതിനെ വേറൊരു തോട്ട് ആക്ച്വലി ഒരു മർഡറും ഒന്നുമല്ല, അത് കുറച്ചൊരു ഹ്യൂമർ ട്രാക്കിലുള്ള അതിൻ്റെ ഒരു തോട്ടാണ്. അതിനെ എടുത്തിട്ട് നമ്മളൊരു മർഡർ ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ അങ്ങനത്തെ ഹൂഡ് ആൻഡ് ഇറ്റ് കൈൻഡ് ഓഫ് ഫിലിംസ്. എന്താ പറയുക, അഗത ക്രിസ്റ്റി, ഷെർലക് ഹോംസ്, അങ്ങനത്തെ ഞാൻ ഒത്തിരി വായിക്കുന്നത്. അപ്പം അങ്ങനത്തെ കൈൻഡ് ഓഫ് ഓഡിയൻസിന് അത് OTT ആയിരുന്നു. അപ്പോൾ ഇപ്പം അതേപോലത്തെ ഒരു ഹൂഡ് ആൻഡ് ഇറ്റ് ഒരു സബ്ജക്റ്റ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ പോലെ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ. ഞാൻ ഗൂഗിളിൽ നോക്കിയ സമയത്ത് വിക്കിപീഡിയയിൽ ഒരു ഫഹദ് ഫാസിൽ അൺടൈറ്റിൽഡ് മൂവി വരുന്നു. അത് വേറൊരു സബ് പ്രൊജക്റ്റ് ആണ്. അത് ഇപ്പോഴും കൺഫേംഡ് ആയിട്ടില്ല. ഇത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ ഹൂഡ് ആൻഡ് ഇറ്റ് കൈൻഡ് ഓഫ്. കാരണം അത് തന്നെയായിരുന്നു ഡിറ്റക്റ്റീവ്. ഹൂഡ് ആൻഡ് ഇറ്റ് ആണ് ആക്ച്വലി ഡിറ്റക്റ്റീവ്. അപ്പോൾ ആ ഒരു കാറ്റഗറിപ്പെട്ട ഒരു സിനിമ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനത്തെ സബ്ജക്റ്റ് വരുമ്പോൾ ഭയങ്കര അതിനോടൊരു ചായ്വുണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്തപ്പം 12th മാൻ വർക്ക് ചെയ്തപ്പോൾ അത് കൃഷ്ണകുമാറാണ് എൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതിയത്. ഒരു ലൊക്കേഷനിൽ ആ ലൊക്കേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് എൻ്റെ ഒരു ടീം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബേസിക്കലി ഞങ്ങൾ കോവിഡുമാണ്, എല്ലാവർക്കും അങ്ങനെ പുറത്ത് ഇടയ്ക്ക് പറ്റാമില്ല. റിസോർട്ടിൽ കയറി അത് തീർത്തിട്ട് ഇറങ്ങണം. അപ്പോൾ ഒരു വലിയൊരു ഗ്രൂപ്പ് വെക്കേഷന് പോയ പോലത്തെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മൾ ഈ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോയല്ലേ, എക്സ്കേഷൻ പോയില്ലേ എന്ന് പോലത്തെ ഒരു ഫീലായിരുന്നു. ഇത്രയും സസ്പെൻസുകൾ ആ ഒരു ഇതിനകത്ത് ഇങ്ങനെ ഒളിപ്പിച്ച് കൃഷ്ണകുമാർ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്ത് എടുത്തു കൊണ്ടുവന്നതാണ്. അപ്പം അതിനകത്ത് അത് അത്ര എളുപ്പമല്ല. അത് അങ്ങനത്തെ ഒരു ക്ലോസ് സ്പേസിനകത്ത് നിന്ന് മിനിമം ഇതിനകത്ത് നിന്നുകൊണ്ട് അതെങ്ങനെ ക്യാരക്ടറിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുപോയി അതിന് വേറൊരു രസമുണ്ട്. അത് ശരിക്കും ഭയങ്കര വലിയ ചലഞ്ച് തന്നെയാണ്. ഈ കോവിഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ റാം മൂവിയുടെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും? അതിങ്ങനെ ഡ്യൂ ടു സം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അതിങ്ങനെ സ്റ്റക്കായി കിടക്കുകയാണ്.
എൻ്റെ ഭാവി എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടിയില്ല. അല്ലേ, നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. കാരണം കുറേ പിന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ട് ഇനി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. എനിക്കറിയില്ല, അത് വരുമ്പോൾ അതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ്സിൽ പ്രശ്നമില്ല. കാരണം കുറേ ആർട്ടിസ്റ്റിൻ്റെ തീർന്നു, ഇനിയുള്ളതെല്ലാം ലാൽ സാർ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഇനി പുതിയതായിട്ട് വരേണ്ട ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് ആ പ്രശ്നമില്ല. ലാലേട്ടൻ്റെ മാത്രമാണ് പഴയ ഇപ്പോഴും ബാലൻസ് ഉള്ളത്, ബാക്കിയുള്ളവർ ഓൾമോസ്റ്റ് എല്ലാം തന്നെ തീർന്നതാണ്. അതുകൊണ്ട് അത് പ്രോബ്ലം ഇല്ല. പക്ഷേ UK ഒക്കെ ബാലൻസ് ഷൂട്ടുണ്ട്, അവിടെ നമ്മൾ ഷൂട്ടിൻ്റെ പകുതി വെച്ചൊക്കെ നിർത്തേണ്ടി വന്നു, പിന്നെ ഹീറോയിൻ ഇഞ്ചുവേർഡ് ആയിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെയൊക്കെ 4 സീസണല്ലേ, ഇപ്പോൾ ഒരു ഫോറസ്റ്റിനകത്താണ് കുറേ ഷൂട്ട് ചെയ്തത്, പകുതി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഏതാണ്ട് ആ സീസണിൽ തന്നെ പോയി, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാച്ച് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇത് ഫുൾ റീഷൂട്ട് ചെയ്യണം. അത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് പരിപാടിയായിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് കിടക്കുകയാണ്. എനിക്കറിയില്ല, നോക്കാം. ഞാൻ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കമൻറ്റ് കണ്ടായിരുന്നു. നമ്മുടെ ജോർജ് കുട്ടിയുടെ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സാം വരും, മെമ്മറീസിലെ സാം വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു അവസാനം? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ വേറെ എൻ്റെ തന്നെ വേറെ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ജോർജ് കുട്ടിയുടെ പ്രശ്നം ജോർജ് കുട്ടി തന്നെ തീർക്കട്ടെ. ഇനി അതിനകത്ത് എനിക്കറിയില്ലേ, ഇപ്പം നമ്മളിപ്പം ആസ് ഇറ്റ് ഈസ് ഇതൊരു ഫിനിഷ്ഡ് ട്രിലജി പോലെയാണ് നിൽക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. ഇത്തരം കമൻറ്റുകൾ സാർ കാണുമ്പോഴാണോ ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടാറുണ്ടോ? അത് ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ? അല്ലല്ല, അങ്ങനെ ആൾക്കാർ പല രീതിയിൽ പലതും ചിന്തിക്കുമായിരിക്കും. പക്ഷെ ഞാൻ അതിനും സാധനം ചെവി കൊടുക്കാറില്ല. ഇപ്പോൾ ഒത്തിരി പേര് കഥകൾ അതെന്നും പറഞ്ഞുകൊണ്ട് സെക്കൻഡിൻ്റെ കഥയാണെന്നും പറഞ്ഞ് അയക്കുമായിരുന്നു, തേർഡിൻ്റെ കഥയാണെന്ന് പറഞ്ഞ് അയക്കുമായിരുന്നു. അത് മെയിലിൽ വന്നാൽ ഞാൻ അപ്പം തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. വാട്സപ്പിൽ വന്നാൽ ഞാൻ വായിക്കാതെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം വേറൊരാളുടെ അടുത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നതിൽ ശരിയല്ല. പക്ഷെ ഞാൻ ഇതിന് പോയപ്പം ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിൻ്റെ കണ്ട് പോയപ്പം അവിടെ ചിത്ര ചേച്ചി എന്നോട് ചോദ്യം ചോദിച്ചു. അപ്പം പെട്ടെന്ന് ഞാൻ ഓക്കെ അങ്ങനെ തുടങ്ങിയാലോ എന്ന് പറയുന്നൊരു സാധനം ഇത് ചെയ്തു വന്നു. അത് ചേച്ചി ചുമ്മാ ഒരു കൗതുകത്തിൽ എന്നോട് ചോദിച്ചതാണ്. അപ്പോൾ ഞാനത് ഓക്കെ അതൊരു സാധ്യതയാണല്ലോ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ആ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു സാധനം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അത് വെച്ചിട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അതാണ് സംഭവം. ഓക്കെ. അതുപോലെ ഇത് ബോഡി എന്ന് പറയുന്നത് സ്പാനിഷ് മൂവിയാണ്. അപ്പോൾ റീമേക്ക് എടുക്കുന്ന സമയത്ത് ഒരു ജിതു ജോസഫ് ടച്ച് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാർ എന്താ ചെയ്യുക? റീമേക്ക് ഞാൻ ചെയ്യാൻ പോകാത്തത് അതുകൊണ്ടാണ്. എനിക്കത് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ റീമേക്കിന് ചെയ്യുമ്പോൾ കഴിയുന്നത് മാറ്റാതിരിക്കുക എന്നുള്ള ഏറ്റവും. കാരണം റീമേക്ക് ചെയ്യുന്നവരെല്ലാം പറയുന്നത് ആ പടം അവിടെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസണുണ്ട്. ഒത്തിരി മാറ്റി കൾച്ചറൽ ചേഞ്ചസ് കൊണ്ടുവരാം. ഇപ്പോൾ ദൃശ്യം തെലുങ്കിലേക്ക് പോയപ്പം ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നു. അതിനപ്പുറത്തേക്ക് വലിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞ പോലെ അതെനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. എന്നാൽ അതിനകത്ത് എല്ലാവരും പലരും ക്ലൈമാക്സ് അങ്ങനെ മാറ്റി അവസാനം ഒറിജിനൽ ക്ലൈമാക്സിലേക്ക് തന്നെ പോവുകയും ചെയ്തു. അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഈ റീമേക്ക് ചെയ്ത് ഒന്നാമത് അതൊരു ഫണ്ണില്ല. എൻ്റെ തന്നെ സിനിമ ചെയ്താലും ഇപ്പം പാപനാശം ചെയ്തപ്പം കമൽ സാർ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും എക്സൈറ്റിങ് ഇത്. ബാക്കി ബോറിങ്ങാണ്. കാരണം നമ്മൾ ഈ വണ്ടി ചെയ്തതൊക്കെ തന്നെയാണ്, മലയാളത്തിൽ ചെയ്ത് തന്നെയാണ് തമിഴിലും ചെയ്യുന്നത്. ഉള്ളി തിങ് ചില കാര്യങ്ങൾ മാറുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു എന്താ പറയുക, എക്സൈറ്റിംഗ് ആയിട്ടൊന്നുമില്ല. സാറിൻ്റെ ലക്കി ചാമാണ് ലാലേട്ടൻ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. സാർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ എനിക്കറിയില്ല. ഇപ്പം അദ്ദേഹത്തെ പോലെ ഒരു ആക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു നല്ല ക്യാരക്ടറും നല്ലൊരു സ്ക്രിപ്റ്റും ഉണ്ടെങ്കിൽ ആർക്കും വിജയിപ്പിച്ചെടുക്കാവുന്നതാണ്. കാരണം അദ്ദേഹമാണ് അതിൻ്റെ ഒരു ബാക്ക് ബോൺ. അപ്പം ആസ് എ ഫിലിം മേക്കർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഫസ്റ്റ് ചോയ്സ് അദ്ദേഹമാവുന്നു. അത് നന്നായി വരുന്നു ആയിരിക്കും, അങ്ങനെ ആയിരിക്കാം. ഈ വലതുവശത്തെ കള്ളൻ ദൃശ്യം വരുന്നത് കൊണ്ടാണ് വലതുവശത്തെ കള്ളൻ അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയത് എന്നുള്ള അല്ല. വലതുവശത്തെ കള്ളൻ ശ്രദ്ധിക്കപ്പെടാതെ പോയതിൻ്റെ പിന്നിൽ ഒന്ന് കുറേ പേര് അറിഞ്ഞിട്ടില്ലായിരുന്നു ആ പടം ഇറങ്ങിയത് പോലും. പ്രൊമോഷൻ സൈഡിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. രണ്ടാമത് അതിൻ്റെ സെക്കൻഡ് ഹാഫ് അതിനകത്ത് കുറച്ച് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതൊരു യൂഷ്വൽ സിനിമയല്ല. ഒരു ടിപ്പിക്കൽ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ക്യാരക്ടറും ഒരു നെഗറ്റീവ് ക്യാരക്ടറും ഉണ്ട്. സാധാരണ എപ്പോഴും ഓഡിയൻസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ആ നെഗറ്റീവ് ക്യാരക്ടർ അവസാനം പരാജയപ്പെടുകയും പോസിറ്റീവ് ക്യാരക്ടർ വിജയിക്കുകയും ചെയ്യുന്നത് പറഞ്ഞാൽ ആ സിനിമയുടെ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടത് തന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന തോട്ടിലാണ്. ഒരു പോസിറ്റീവ് ക്യാരക്ടർ വന്ന് അയാൾ മരിച്ചിട്ട് അയാൾ ഒരു പ്രത്യേക രീതിയിൽ ഒരു കാര്യം ചെയ്തു വെച്ചിട്ട് മറ്റേ ആൾ മനസ്തപിക്കുന്ന രീതിയിൽ സിറ്റുവേഷൻ കൊണ്ടുവരികയാണ്. അപ്പം ആൻ്റണി എന്ന് പറയുന്ന ആൾ അതുപോലെ നെഗറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ കുറേ പേര് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഒരിക്കലും ആൻ്റണി മനസ്തപിച്ചിട്ടും കൂടെ നിൽക്കാനുള്ളൊരു ഫീല് വരുന്നില്ലായിരുന്നു എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്.
പിന്നെ കുറേ പേർക്ക് ഞാനത് സ്പീഡിൽ വർക്ക് ചെയ്തുകൊണ്ട് കുറേ സാധനങ്ങൾ മനസ്സിലായിട്ടില്ലത്. അപ്പോൾ അവർക്കൊരു കിട്ടേണ്ട ഇമോഷൻ ഇതിന് വിഭിന്നമായ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഇമോഷൻസൊക്കെ അതിനകത്ത്. അതുകൊണ്ട് തന്നെ ആ സിനിമ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫിലിമോഗ്രഫിയിൽ അത് ഉള്ളത് എനിക്ക് അഭിമാനമാണ്. കാരണം അതൊരു ടിപ്പിക്കൽ യൂഷ്വൽ സിനിമയല്ലത്. പക്ഷേ അങ്ങനത്തെ ചില ഒത്തിരി രീതിയിൽ പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ അത് ഉദ്ദേശിക്കുന്ന പോലെ വർക്കാകാതെ വരാം. പക്ഷേ അതിന് ഭയങ്കരമായിട്ട് കണ്ട് മനസ്സിലാക്കിയവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എനിക്ക് മെസ്സേജുകളും ഇപ്പോഴും OTT കണ്ടിട്ട് എനിക്കിപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഈയിടെ സൈജു കുറിപ്പ് വിളിച്ചു, പിന്നെ വേറെ ചോദിച്ചു ഇത് എന്താണ് തിയേറ്റർ. ഞാൻ പറഞ്ഞു അത് ഇതാണ്, കുറച്ച് ഷൈജുവിന് മനസ്സിലാകുന്ന ഷൈജുവിന് അത് കിട്ടി. അങ്ങനെ കുറേ പേര് എന്നെ വിളിക്കുന്നുണ്ട്, പിന്നെ എബ്രോഡിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ ഞാൻ ആ സമയത്ത് ഞാൻ വലിയ സ്പൂൺ ഫീഡിങ്ങിന് പോയില്ല. കാരണം ഇങ്ങനെ പലരും പറയുന്നുണ്ടായിരുന്നു ഒത്തിരി സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇത് മനസ്സിലാവുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, സ്പൂൺ ഫീഡ് ചെയ്യണം. കാരണം സിനിമ കാണുന്ന പല തരത്തിലുള്ള ഓഡിയൻസിനെ ഇപ്പം ചിത്രയുടെ IQ ലെവലായിരിക്കില്ല എൻ്റെ IQ ലെവൽ. ചിത്രയ്ക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പം ഒരു ഫാമിലി ആയിട്ട് വന്ന് കാണുമ്പോൾ ഒരു പയ്യൻ IT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവന് ജസ്റ്റ് ഇങ്ങനെ കിട്ടും. പക്ഷെ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്താലേ അവൻ്റെ ചിലപ്പോൾ 50 വയസ്സുള്ള 60 വയസ്സുള്ള അമ്മയ്ക്കോ അച്ഛനോ മനസ്സിലാവുള്ളൂ. അത് എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ഈ IT അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ചെറുപ്പക്കാരനെ നോക്കും, ഇതൊക്കെ എന്തിനാ പിന്നെ പറയും, ഇതൊക്കെ നമുക്ക് എപ്പോഴും മനസ്സിലാകാം എന്ന് തോന്നും. പക്ഷേ മറ്റേ ഓഡിയൻസിനോട് അത് മനസ്സിലാകണമെങ്കിൽ അത് എക്സ്പ്ലനേഷൻ കൊടുക്കണം. അപ്പോൾ സ്പൂൺ ഫീഡിങ് ആവും. ആ പരിപാടി ഞാൻ വലതുദിവസങ്ങളിൽ കാണിക്കാൻ പോയില്ല. മനസ്സിലാക്കി എടുക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പോയി. കാരണം അത് ഞാനിത് മനസ്സിലാക്കിയത് ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോഴാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, എന്നിട്ട് പോലും ഒരാളിങ്ങനെ പറഞ്ഞു അതിനകത്ത് എന്തിനാ അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത്. അപ്പം ഞാൻ ചോദിച്ചു, അല്ല അതൊക്കെ അണ്ടർസ്റ്റുഡ് അല്ലേ സാർ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ താങ്കളുടെ അമ്മയ്ക്കും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ മനസ്സിലാവുമെന്ന് ചോദിച്ചപ്പം പെട്ടെന്ന് വിളി പറഞ്ഞു, അതില്ല, അതാണ് നമ്മളെല്ലാ പ്രേക്ഷകരും ഉദ്ദേശിച്ചാണല്ലോ. അപ്പം അത് നമ്മൾ കുറച്ച് സ്പൂൺ ഫീഡ് ചെയ്യേണ്ട വരും. ഇപ്പം ദൃശ്യം 2-ലാണെങ്കിലും 3-ലാണെങ്കിലും റിയാസ് നർമ്മകല പോലെയുള്ള കോമഡി ആർട്ടിസ്റ്റുകളെ വേറൊരു രീതിയിലാണ് സാർ അവതരിപ്പിച്ചേക്കുന്നത്. അപ്പം അത് ബോധപൂർവമുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു. ഒന്നാമത് ഞാൻ ഈ സിനിമയില്ലാത്ത സമയത്ത് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ മെയിൻ പരിപാടി ഇപ്പം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് രാവിലെ ഒരു മണിക്കൂർ കുളിച്ച് റെഡിയായിട്ട് വെറുതെ ഇരുന്നപ്പോൾ തന്നെ നേരെ കോമഡി പ്രോഗ്രാംസും മറ്റേ ഒരു ചിരി അല്ലെങ്കിൽ പഴയ തകർപ്പൻ കോമഡി ഇതൊക്കെ ഇരുന്ന് കാണലാണ് എൻ്റെ പരിപാടി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറിയ കാര്യങ്ങൾക്ക് ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നത്തെ ജനറേഷൻ ചിലപ്പോൾ ഇതൊക്കെ വലിയ കോമഡിയാണെന്ന് നിൽക്കും. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുമല്ല അതിനകത്ത് പെർഫോം ചെയ്ത ആർട്ടിസ്റ്റ് ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് നല്ല ഹ്യൂമർ ചെയ്യാവുന്നവർക്ക് ലോകത്തിൽ ഏത് ക്യാരക്ടറും ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ നടന്മാർക്കും ഹ്യൂമർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരൊക്കെ നല്ല കഴിവുള്ളവരാണ്. അപ്പോൾ ഇവരെ ഒന്ന് യൂസ് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ സിനിമ അവർക്ക് സ്വപ്നമാണ് അവരുടെ. അപ്പം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രായത്തിനനുസരിച്ച് ക്യാരക്ടറിന് എന്താ പറയുക അപ്പിയറൻസ് വൈസ് ഓക്കെ ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ച് ഞാൻ വേഷങ്ങൾ കൊടുക്കുന്നു. അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അപ്പോൾ അവർക്ക് വലിയ സന്തോഷം. അപ്പോൾ ഇപ്പം അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നെഗറ്റീവ് ക്യാരക്ടറും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ സിനിമയിലൊരു എന്താ പറയുക കോമഡി ആർട്ടിസ്റ്റിനെ കണ്ട ഉടനെ ഓക്കെ ഇതെന്തോ നെഗറ്റീവ് എന്നൊരു ഫീൽ വരുന്നുണ്ട്. അത് മാറ്റി പിടിക്കണം. ഈ കോമഡിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യാനാണോ നുണക്കുടി എന്ന് പറഞ്ഞൊരു സിനിമ? കാരണം കുറേ നുണയന്മാരുടെ കഥയാണ്, ഒരു ദിവസത്തെ അവരുടെ കാര്യങ്ങളാണ് വന്നത്. അപ്പോൾ ഇതൊന്ന് ബ്രേക്ക് ചെയ്യാനാണോ ആ സിനിമയുടെ? തീർച്ചയായിട്ടും ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ നമ്മൾ ഒരേ പാറ്റേൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാറണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഒന്നാമത് തുടക്കത്തിൽ ഞാൻ ബ്രാൻഡഡ് ആവരുതെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ഞാൻ അതിൻ്റെ രീതിയിലായിരുന്നു. ഡിറ്റക്റ്റീവ് കഴിഞ്ഞ് മമ്മി ആൻഡ് മീ ചെയ്തു. 2.5 വർഷം മെമ്മറീസിൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ ഇരിപ്പുണ്ട്. ഞാനത് തൊട്ടില്ല. അവസാനം ഒക്കെ ആയപ്പോൾ ഞാൻ മെമ്മറീസിൻ്റെ സ്ക്രിപ്റ്റ് കൂടി എടുത്തു. ഓരോ പ്രൊഡ്യൂസറുടെ അടുത്ത് കഥ പറയാൻ തുടങ്ങിയപ്പോൾ. കാരണം എനിക്ക് ഒരു ഡിറ്റക്റ്റീവ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് മെമ്മറീസ് ആയി കഴിഞ്ഞാൽ ഒരേ പാറ്റേൺ സിനിമ ആവുക. അതുകൊണ്ട് മമ്മി ആൻഡ് മീ ചെയ്തു. അപ്പോൾ ഉർവശി എന്നോട് പറഞ്ഞു, ജിത്തു ഒരു ഫാമിലി പടോട് ചെയ്തത്. അങ്ങനെയാണ് മൈ ബോസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മെമ്മറീസ്. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പം അപ്പം ദൃശ്യം ഞാൻ എഴുതി. ദൃശ്യം ഞാൻ എൻ്റെ അസോസിയേറ്റിന് വേണ്ടി എഴുതി വെച്ചേക്കുക. ഞാനല്ലല്ലോ ചെയ്യുന്നത്. അപ്പം ഡിറ്റക്റ്റീവ്, മമ്മി ആൻഡ് മീ, മൈ ബോസ്, മെമ്മറീസ് കറക്റ്റ്. പക്ഷെ അത് ദൃശ്യം ചുറ്റിക്കറങ്ങി എൻ്റെ ഇതിലേക്ക് തന്നെ വന്നു. ലാൽ സാറ് വന്നു. പിന്നെ എനിക്കത് മാറ്റി വെച്ചിട്ട് ഇടയ്ക്ക് വേറെ സിനിമ എന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പം 2013 സെപ്റ്റംബറിലാണ്ട് മെമ്മറീസ്, ഡിസംബറിൽ ദൃശ്യം. ബാക്ക് ടു ബാക്ക് 2
ഒരു അങ്ങനത്തെ ക്രൈം ബേസ്ഡ് ആയിട്ടുള്ള ഇത് വന്നു. ഇത് ഞാൻ ഫാമിലി ഡ്രാമയാന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെയല്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മൾ ത്രില്ലർ ഡയറക്ടറായിട്ട് ടാഗ് ചെയ്യപ്പെട്ടു. അത് ഞാൻ ബോധപൂർവമാണ് ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്തത്. കാരണം വേറെ പ്രൊജക്ട്സുകളുണ്ടായിരുന്നു, ഞാനത് മാറ്റിവെച്ചു. എനിക്ക് ഉറപ്പായിരുന്നു അതിന് പ്രശ്നം വരുമെന്ന്. ഞാനന്ന് ചില ഇൻ്റർവ്യൂ പറഞ്ഞു എന്നെ തേടി വലിയൊരു പരാജയം വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. കാരണം വെച്ചാൽ ദൃശ്യം കഴിഞ്ഞ് ആ എക്സ്പെക്റ്റേഷനിൽ ആൾക്കാർ നിൽക്കുന്നു. പക്ഷെ എനിക്ക് മാറ്റി ചിന്തിക്കണം എന്നുണ്ട്. ഇപ്പോഴും ഞാൻ നല്ല ഹ്യൂമർ ബേസ്ഡോ അങ്ങനത്തേക്ക് എന്തെങ്കിലും ഒരു സിനിമ വന്നാൽ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ആർക്കാ ചിരിക്കാൻ ഇഷ്ടമില്ലാത്തത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ സാറിനെ സംബന്ധിച്ച് കുറച്ചുകൂടി പ്രഷറൈസ്ഡ് ആയിരിക്കും, കാരണം ആളുകൾ ഇപ്പുറത്ത് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട്. അല്ല, അതാ ഞാൻ പറയും, ഞാൻ ആ പ്രഷറിനൊന്നും ഇനി അല്ല, ഞാൻ ആ പ്രഷറിന് ഇത് കൊടുക്കാതിരിക്കുകയാണ്. അങ്ങനെ പേടിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞ ജീവിതത്തിൽ എപ്പോഴും വിജയങ്ങൾ മാത്രമല്ലോ, നമ്മളെ തേടി ചില പരാജയങ്ങൾ വരും. അപ്പോഴും ബേസിക് ആയിട്ടുള്ളൊരു ഒരു ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. അപ്പോൾ അത് വേറൊരു ഗുണമുണ്ട്. ഒരു പടം ചെയ്തു നന്നായി, അടുത്ത പടം ചെയ്തു അത് നന്നായി, ചിലപ്പോൾ അതിൻ്റെ അടുത്ത് 2-3 ടക്കടക്കെന്ന് പറഞ്ഞുകൊണ്ട് നന്നായി വന്നില്ല. അപ്പം ആൾക്കാർ പറയും ഇയാൾ ചിലപ്പോൾ ഇങ്ങനത്തെ ചെയ്യും, ചിലപ്പോൾ ഇങ്ങനത്തെ ചെയ്യും. അതുമായിട്ട് അങ്ങ് ആൾക്കാർ പൊരുത്തപ്പെട്ട എനിക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടും. അപ്പം അതിലേക്കാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ ബേസിക്കലി പുതിയ അന്ന് നമ്മുടെ ബേസിലല്ലായിരുന്നു, രസമായിരുന്നു ആ സെറ്റ്. ഇപ്പം നമ്മൾ ലാൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പോലെയല്ല ബേസിലോ അങ്ങനെ യങ് ജനറേഷൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആസിഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അത് വേറൊരു മൂഡാണ്. അപ്പം നമുക്ക് വേറൊരു ഫീലാണ്, മനസ്സിലായോ? ഒരു എടാപോടോ ബന്ധമാണ്. അതേസമയം എനിക്ക് ലാൽ സാറിനെ പോയി ഇടപെടാൻ ബന്ധത്തിനോ, കാര്യം ലാൽ സാർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പക്ഷെ നമുക്ക് ആ ഒരു ബഹുമാനം, അതൊരു സീനിയർ നമ്മൾ അങ്ങനെ എടുത്ത് വെക്കില്ല. അപ്പോൾ അത് ആ സെറ്റ് തന്നെ വ്യത്യാസമുണ്ട്. ഓക്കെ. ഈ ദൃശ്യം 1, 2, 3 ഏതെങ്കിലും ഒരെണ്ണം പേഴ്സണൽ ഫേവറേറ്റ് ഏതാന്ന് ചോദിച്ചാൽ 1 ആയിരിക്കും? അങ്ങനെ പറയാൻ പറ്റില്ല. പറയാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ 3 ആണ് ആക്ച്വലി. കാരണം ആ ക്യാരക്ടർ ആർക്കും ക്യാരക്ടറിൻ്റെ ഇമോഷനും പെർഫോമൻസും 1-ന് 1-ൻ്റെതായ രീതിയുണ്ട്. ശരിക്കും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ 1 എന്ന് പറയുന്നത് പെട്ടെന്ന് വന്ന് ഒരു ഇഷ്യൂലേക്ക് അതിന് തടയിട്ട് അതിനെ പ്രതിരോധിച്ചു. രണ്ടാമത്തേത് പുള്ളി സമയമെടുത്തിട്ട് ഇനി വരാൻ ഒരുപക്ഷെ വരുമോ എന്നുള്ള ഭയത്തിൽ പുള്ളി വേറൊരു ഡിഫെൻസീവ് മെക്കാനിസം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. തേർഡ് വരുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു എന്ന് വെക്കുമ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ള പേടിയിൽ ജീവിക്കുന്ന ഒരു ജോർജ് കുട്ടി. ഇത് 3 ടൈപ്പാണ്. അപ്പോൾ ഇമോഷൻ വേസ് കുറച്ചുകൂടെ 3 ആണ്. അത് കഴിഞ്ഞാൽ എനിക്ക് 1 ആണ്. ഞാൻ ഓർഡർ പറഞ്ഞാൽ 3, 1, 2 ആണ് വരുന്നത്. അല്ല, 3 സാറിന്റെ പ്രൊഡക്ട്സ് ആയതുകൊണ്ട് ഇനി ഏത് പറയും എന്നുള്ള ഡൗട്ടിലേക്ക് പോകുമെന്ന് വിചാരിച്ചു. ഇല്ല, 3, 1, 2 അങ്ങനെ വരും. പിന്നെ കുറേ ആൾക്കാർക്ക് 1 ആണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം അവർ ജോർജ് കുട്ടീനെ അറിയുന്നു, ജോർജ് കുട്ടിയുടെ പശ്ചാത്തലം അറിയുന്നു, പ്രശ്നങ്ങൾ അറിയുന്നു. ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ മുന്നിൽ ജോർജ് കുട്ടി ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പം കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് സെക്കൻഡിലേക്കും തേർഡിലേക്കും വരുമ്പോൾ ചിലർക്ക് കിട്ടത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് കുട്ടീനെയൊക്കെ അവർ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഞങ്ങൾക്ക് 1 അങ്ങനെ എന്ന് പറയുന്നത്. അത് ഓരോരുത്തർ ഓരോ ഇതിനെ എടുക്കുന്നതിൻ്റെ, അത് അവരുടെ കാഴ്ചപ്പാട്. സിനിമയെ ആസ്വദിക്കുന്നതിന് ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടെന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ അത്രേ ഉള്ളൂ. ഓക്കെ. ദൃശ്യം അല്ലെങ്കിൽ സാറിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സാർ ചെയ്തതിൽ ഏത് മൂവി ആയിരിക്കും? എനിക്ക് മമ്മി ആൻഡ് മീ, ലൈഫ് ഓഫ് ജോസൂട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ ഭയങ്കര എപ്പോഴും. അതുകൊണ്ട് എൻ്റെ സിനിമകൾക്ക് എപ്പോഴും ഒരു എന്താ പറയുക, റിയലിസ്റ്റിക് അങ്ങനത്തെ ഒരു ആംഗിൾ. ഞാൻ കഥ പറയുമ്പോഴും അതാണ് പറയുന്ന രീതിയിലും അതാണ്. ഞാൻ വലിയ അതിഭാവത്വം അങ്ങനെ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കും. അല്ലെ വല്ല ആക്ഷൻസ് ഊഴമൊക്കെ ചെയ്തപ്പോൾ വേറെ അവിടെയും ഒരു ഫാമിലി ബോണ്ടിങ് എന്നൊക്കെ പറയും. ഞാനെപ്പോഴും അങ്ങനെ ഒരു ആംഗിളിലാണ്. കാരണം ഇപ്പം ഞാനൊരു ക്യാരക്ടറിൻ്റെ ചിത്രയുടെ ഒരു ക്യാരക്ടറിൻ്റെ കഥ പറയുമ്പോൾ ചിത്രയ്ക്കൊരു പേരൻസ് ഉണ്ടാകാമല്ലേ, ഒരു സിബ്ലിങ്സ് ഉണ്ടാകാമല്ലേ, അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഇമോഷണൽ കണക്ഷൻ അതൊക്കെ എങ്ങനെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഉണ്ടാകാം, ലവർ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ ഒരു ഇമോഷണൽ ഇതുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ എന്നിട്ട് കഴിയുന്നതും കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് അങ്ങനത്തെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മമ്മി ആൻഡ് മീക്ക് എന്ന് വെച്ചാൽ ഒത്തിരി അന്നത്തെ കിട്ടിയ ഒരു ഇത് ഭയങ്കര. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടേ ക്യാമറ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടൊന്ന് ഒളിഞ്ഞു നോക്കിയായിരുന്നു അല്ലേ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടേ ക്യാമറ വെച്ചെടുത്ത പോലെ ഉണ്ട് എന്ന് പറയുന്നല്ലേ. കാരണം അത് റിയൽ ലൈഫിൽ നിന്ന് നമ്മൾ കണ്ട സംഭവങ്ങളാണ്. അത് തന്നെ ലൈഫ് ഓഫ് ജോസൂട്ടിക്കും ഉണ്ട്. ഒത്തിരി അങ്ങനെ ഇവിടുന്ന് കല്യാണം കഴിച്ച് പ്രണയിച്ച് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാവാതെ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. കാരണം അത് കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന എന്തോരം ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എബ്രോഡുള്ളവരെ കൂടുതൽ ആ സിനിമയെ
കണക്റ്റ് ആയേക്കുന്നത്. അവരുടെ കഥകളാണല്ലോ കൂടുതൽ ഒത്തിരി അതിനകത്തോട്ട് പേര് വരുന്നത്. പറയുന്നുണ്ട്. അതുപോലെ ഈ സിനിമയുടെ ദൃശ്യത്തിന്റെ വീട്, ആ വീടുണ്ടല്ലോ ലൊക്കേഷൻ, ആ ഓണർ ഒരു ആർട്ടിക്കിളാന്ന് തോന്നുന്നു എഴുതിയേക്കുന്നതുകൊണ്ട് സാർ എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് പോയിട്ടാണ് ഷൂട്ടിന്റെ കാര്യം അദ്ദേഹത്തോട് പറയാറുള്ളത് എന്നുള്ളത്. സാധാരണ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു തവണ പോയി പിന്നെ നമ്മൾ അസിസ്റ്റൻസിനോ അല്ലെങ്കിൽ ലൊക്കേഷൻ മാനേജർ ആരെങ്കിലൊക്കെ അയക്കുകയല്ലേ ചെയ്തു. സാർ ഡയറക്റ്റ് പോകാനുള്ള റീസൺ എന്തായിരുന്നു? കാരണം ഞാൻ എൻ്റെ പല ലൊക്കേഷൻസും പല ലൊക്കേഷൻസും സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ലാത്ത വീടുകളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെയാണ്. നമ്മൾ ആദ്യമായിട്ട് അങ്ങ് ചെല്ലുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ വീട് തപ്പി നടക്കുക ദൃശ്യം 1-ന്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഷോട്ടുണ്ട്. ആ ഷോട്ടിന് വേണ്ടിയിട്ടാണ് എനിക്ക് ആ ഗേറ്റ് കഴിഞ്ഞിട്ട് കുറച്ചൊരു 50 അടി 100 അടി അകത്തേക്ക് കയറിയിട്ടായിരിക്കണം വീട്, ഒരു വഴി പോലെ വേണം. കാരണം ആ ഒരു ഷോട്ട് ഉണ്ടല്ലോ, പോലീസ് ജീപ്പ് കയറി വരുമ്പോൾ മകളുടെ മുമ്പിലേക്ക് ഓടി വന്ന് കയറി നിൽക്കുന്നത്. അപ്പോൾ അത് വർക്കൗട്ട് ആണെങ്കിൽ ഒരു ഇത് വേണം. ഇതെൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു വീട് തപ്പി നടക്കുക. കുറേ വീടുകൾ സ്ഥിരം കാണിക്കുന്ന വീട് ലൊക്കേഷൻ മാനേജർ കാണിച്ച് വഴിത്തല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവുക. അത് ശരിക്കും എൻ്റെ നാടിൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ ഫാദർ മൂവാറ്റുപുഴ MLA ആയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗവും കൂടെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു, ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് പോകുമ്പോൾ വൈകുന്നേരം തിരിച്ച് ഇങ്ങോട്ട് പോവാം, എറണാകുളത്തേക്ക് പോകുന്ന ഇങ്ങനെ പെട്ടെന്ന് കടന്നു നിർത്തരുതെന്ന് പറയും. ഞാൻ റിവേഴ്സ് എടുക്കാൻ പറയും. റിവേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് വീട് നോക്കി അവിടെ ഇവിടെയൊക്കെ വാഴക്കൃഷിയും എല്ലാം, കുറച്ച് വാഴയുണ്ട്, കുറച്ച് ഫുള്ളുണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ. ഞാൻ കൊച്ചു വീട്, ഭയങ്കര വലിയ വീടും വേണ്ട, ഒറ്റ നില വീട്. അപ്പോൾ നേരെ ഞാൻ ഇറങ്ങി അവിടെ ചെന്നപ്പോൾ ഈയിടെ ജോസഫ് ഏട്ടൻ പറഞ്ഞ് ഞാൻ ആദ്യം ചെന്നപ്പോൾ അവിടെ ഇല്ലായിരുന്നെന്നാണ് പറഞ്ഞ ആൾക്കാർ. എനിക്കത് ഓർമ്മയില്ല. എനിവേ അവിടെ ചെന്നപ്പോൾ ജോസഫ് ഏട്ടൻ ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും വീട് കിട്ടണമെന്നുണ്ട്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ വീടുമാണ്. അപ്പോൾ ഞാൻ മുൻ MLA VV ജോസഫിൻ്റെ മോനാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ സിനിമ സംവിധാനം ചെയ്യാൻ, ഞാൻ ഫിലിം ഡയറക്ടറാണ്, വീടൊന്ന് ഷൂട്ടിങ്ങിന് വേണമായിരുന്നു, മോഹൻലാലിൻ്റെ സിനിമയാണ് എന്ന് പറഞ്ഞു. അതുപോലെ പറഞ്ഞു ഞങ്ങളിന്നവരെ ഷൂട്ടിങ്ങിനൊന്നും കൊടുത്തിട്ടില്ല, ഞാൻ ഭാര്യയോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. ഞാൻ മതി. അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വീട് കിട്ടുന്നത്. അപ്പം ഞാനായിട്ട് പോയി ഫസ്റ്റ് ടൈം ചോദിച്ചു വാങ്ങിച്ചത്, അല്ലാതെ ലൊക്കേഷൻ മാനേജർ വഴിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഓരോ തവണ ചെല്ലുമ്പോഴും ഞാൻ ഡയറക്റ്റ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കും. 3ൻ്റെ സമയത്ത് ഞാൻ കരുതിയിട്ടുണ്ട് ഞങ്ങൾ 3 തുടങ്ങുകയാണ്, ഞങ്ങൾ വരികയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെ റിക്വയർമെൻറ്റ്സാണ് വേണ്ട. അപ്പോൾ അവിടെ എനിക്കിപ്പോൾ അവിടെ മുഴുവൻ കന്നാര, സെക്കൻഡിന് ചെന്നപ്പം അവിടെ ഒരു പുറകിലൊരു വീടുണ്ടല്ലോ സാബു എന്നൊക്കെ പറഞ്ഞു, അവിടെ ഫുൾ കന്നാര കൃഷിക്ക് കൊടുത്തിരിക്കുക. അപ്പം അത്രയും പ്ലോട്ട് നമുക്ക് വേണം. അത് പിന്നെ അവരുമായിട്ട് സംസാരിച്ച് അത്രയും ഭാഗം ഒഴിവാക്കി അതിന് പേയ്മെൻറ്റും കൊടുത്ത് അങ്ങനെയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത്. പിന്നെ കാർപോർട്ട്സ് എന്തോ അതൊക്കെ ചെയ്തു. പിന്നെ വേറെ ഇതുണ്ട്, ഈ പലരും വീട് അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷൻസ് തരാൻ മടിക്കുന്ന വെച്ചാൽ വീട് മോശമാക്കും അല്ലെങ്കിൽ എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ഒത്തിരി വീടുകളിൽ ചെന്നിട്ട് നമ്മുടെ എൻ്റെ സിനിമകൾക്ക് ഞാൻ ചെന്നിട്ട് അത് ഞാൻ ഗ്യാരണ്ടി കൊടുക്കും. മനസ്സിലായോ? ഞാൻ അതുപോലെ കെയർഫുള്ളായിട്ട് തന്നെയാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലൊക്കേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും, കാരണം എൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാനാണത് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഉത്തരവാദിത്തം വരുമല്ലോ. അപ്പോൾ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയും എങ്ങനെയാണ് എന്ത് ഇപ്പോൾ ട്രാക്ക് ഇട്ടാൽ, അപ്പോൾ അവരോടും പറയും, വീട്ടുകാരോടും പറയും നിങ്ങൾ പേടിക്കേണ്ട, ട്രാക്ക് ഇടുവാണെങ്കിൽ തുണിയിട്ട് അതിനകത്ത് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ മറ്റേ ടെന്നീസ് ബോൾ വെച്ച് ഒരു രീതിയിൽ ഞങ്ങൾ ഇത് ചെയ്യണം. ഇനി എന്തെങ്കിലും എവിടെയോ പൊട്ടലോ ഇതുണ്ടായാൽ നമ്മുടെ കമ്പനി അത് ക്ലിയർ ചെയ്ത് തന്നോളും, അത് നമ്മുടെ ഗ്യാരണ്ടി ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്ത വീടുകളിൽ എല്ലാം തന്നെ നമ്മളെപ്പോൾ ചെന്ന് ചോദിച്ചാൽ അവർ സന്തോഷത്തോടെ തരാൻ റെഡിയാണ്. നമ്മളത് അതുപോലെ റെസ്പോൺസിബിളായിട്ട് ചെയ്യണമല്ലോ. നമ്മളല്ലാതെ നമുക്ക് പലപ്പോഴും ഒരു സിനിമ കൊടുത്തു കഴിഞ്ഞാൽ പലരും മടിക്കും. അപ്പോൾ നല്ല പിന്നെ ആശീർവാദം എന്ന് പറയുന്ന കമ്പനിയാണ്, അവർക്കും ആ ഉത്തരവാദിത്വമുണ്ട്. അത് അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇത് ഞാൻ തന്നെ പോയി ആദ്യമായിട്ട് സംസാരിച്ചെടുത്തോണ്ട് അവരുമായിട്ടൊരു നല്ല ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പോയി പറയുന്നത്. ഈ ദൃശ്യം 3 അവസാനിപ്പിച്ച സമയത്ത് ഒരു കമന്റ് കണ്ടു, ശരിക്കും കഥ തുടങ്ങുന്നേ ഉള്ളൂ, സാറിന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ പ്ലാനിങ്സ് ഉണ്ടെന്ന്. ശരിക്കും അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്? ഞാൻ ആ ചോദ്യം എന്താ വരാത്തതെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ലാസ്റ്റ് ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ സീക്വൻസ്, അത് ശരിക്കും ഞാനത് ഡയറക്ടർ കാർഡിന് മുമ്പാണ് ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് അത് ചുമ്മാ ഒരു ഡിസ്കഷനിലെടുത്ത് പല സിനിമകളും ചെയ്യുന്നതുകൊണ്ട് ഒരു 10-15 സെക്കൻഡ് കഴിഞ്ഞിട്ട് അതൊക്കെ 2-3 കാർഡ് ഇട്ട് കഴിഞ്ഞിട്ട് അത് ശരിക്കും എന്ന് വെച്ചാൽ ഇത്രയും സംഭവങ്ങൾ കണ്ടതല്ലേ സിനിമ, ഇത്രയും സംഭവങ്ങൾ നടന്നത്. അതിനകത്ത് ആ വ്യക്തി പ്രഭാകർ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, അതെന്തായെന്ന് ഓഡിയൻസ് അറിയണ്ടേ, അവിടുത്തെ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതറിയണമല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ട് പുള്ളി ചോദിക്കുകയും
അതിനൊരു റെസ്പോൺസ് വന്നു. അതുവരെ റെസ്പോൺസ് ഇല്ലല്ലോ. അപ്പോൾ അതായത് ദർ ഇസ് എ പോസിറ്റീവ് ചേഞ്ച്. അത് വർക്കായി, പുള്ളിയുടെ എഫേർട്ട് വർക്കായി എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അറ്റ് ദ സെയിം ടൈം പുള്ളിക്കാരത്തി ഇപ്പോൾ ഇപ്പോഴും എന്ത് മാനസികാവസ്ഥയിൽ അന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങ് ഒരു ഷോട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതിങ്ങനെ ഇടുമ്പോഴേ ഞങ്ങൾക്കറിയാം ഇതിനെ അവരുടെ നേരെ 4ലേക്ക് കണക്ട് ചെയ്യുന്നു. പിന്നെ ആൻ്റണിയും ഇവരും എല്ലാം ഇങ്ങനെ 4 ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്കറിയില്ല, ഞാൻ 2 കഴിഞ്ഞപ്പോൾ 3 ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു. ഒരു തോട്ടുണ്ടെന്നല്ലാതെ അപ്പം നാളെ 4 ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. 3 നല്ലൊരു ഫിനിഷിംഗ് ആണിപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു എക്സ്ട്രാ ഓർഡിനറി സാധനമൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. അത് ഈ 3നെയും വെല്ലുന്ന ഒരു ക്ലൈമാക്സ് 4ലേക്ക് വരണമല്ലോ. അത് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നില്ല. കാരണം നമുക്ക് എല്ലാം ഓരോ പാർട്ട് കഴിഞ്ഞിട്ട് മിനിമം 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയമുണ്ട്, ടൈം എടുത്ത് ചെയ്യാം. അതെനിക്കറിയില്ല, അതും ചെയ്യാന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. അടുത്തത് ഏത് ജോണറിലുള്ള ഒരു മൂവി ആയിരിക്കും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഞാൻ ഇനി ചെയ്യുന്നത് എനിക്കറിയില്ല. അത് മലയാളമാണ്. ചിലപ്പോൾ ഈ ഹൂഡണ്ണിറ്റ് ആയിരിക്കും. ചിലപ്പോൾ അതിനു മുമ്പ് ഒരു തെലുങ്ക് വരാൻ സാധ്യതയുണ്ട്, ഷൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ചില ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഇതാണിപ്പോൾ പ്ലാൻ ഉള്ളത്. പിന്നെ സിനിമയാണ്, എപ്പോൾ എങ്ങനെ മാറി മറിയുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ. ഇത്രയും നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തതിന്. നമ്മൾ ദൃശ്യം 4 എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ചെയ്യണം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി. എനിക്കറിയില്ല, അത് അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കണ്ട, നടക്കുവാണെങ്കിൽ നടക്കട്ടെ, അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.